വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയ അധ്യാപകരെ, സാധാരണ ക്ലാസ്സിലിരുന്നാണ് പരിചയം, ക്ലാസ് എടുത്തുള്ള പരിചയമില്ല. പ്രത്യേകിച്ചും ഇത്രയധികം അധ്യാപകരുടെ മുമ്പിൽ പുതിയ തലമുറയെ രാഷ്ട്രീയ ജാഗ്രതയോടെ വാർത്തെടുക്കാൻ സന്നദ്ധത കാണിക്കുന്ന, പ്രത്യേകിച്ചും അത്തരം അധ്യാപകരുടെ മുന്നിലിരുന്ന് ക്ലാസ് എടുക്കുക എന്ന് പറയുന്നത് തന്നെ അത്ര ഔചിത്യമുള്ളൊരു കാര്യമല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പരസ്പരം പറയാം എന്ന് കരുതുക. അതിനുശേഷം സമയമുണ്ടെങ്കിൽ വേണമെങ്കിൽ ഇൻട്രാക്ഷൻ ആവാം. ഗാന്ധി നമ്മുടെ രാഷ്ട്രപിതാവ് ആണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഗാന്ധിയെ വധിച്ചത് ആരാണെന്നും അവരുടെ ഹൃദയത്തിലുണ്ടായിരുന്ന പ്രത്യയശാസ്ത്രം എന്താണെന്നും നമുക്കറിയാം. ആ പ്രത്യയശാസ്ത്രം ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ആളുകളാണ് ഇന്ന് നമ്മുടെ സെക്യുലർ ഫാബ്രിക്കിനെ തകർത്തുകൊണ്ട് ഒരു ഹിന്ദുത്വ രാജ്യം, രാമരാജ്യം സ്വപ്നം കണ്ടുകൊണ്ട് ഭരണകൂട ഭീകരത നടത്തിക്കൊണ്ട് നമ്മെ ഭരിക്കുന്നത് എന്ന് നമുക്കറിയാം. ഗാന്ധിയെ വെടിവെച്ച് കൊന്നത് ഗോഡ്സെയാണ്. അതിൻ്റെ മാസ്റ്റർ ബ്രെയിൻ നാരായൺ ആപ്തെ ആയിരുന്നു. നാരായൺ ആപ്തെ ഒരു അധ്യാപകനായി. അപ്പോൾ അധ്യാപകർ പുതിയ തലമുറയ്ക്ക് വെളിച്ചം നൽകുന്ന, നമ്മുടെ രാഷ്ട്രത്തിന് വെളിച്ചം നൽകുന്ന ആളുകളാണ് എന്നുള്ളൊരു സങ്കല്പത്തെ ഇന്ത്യയിൽ ആദ്യം തകർത്തത് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഭീകരവാദിയും മാഷും അധ്യാപകനും ചരിത്ര പണ്ഡിതൻ്റെ മകനുമായ ഒരു അധ്യാപകനായിരുന്നു എന്നുള്ളതാണ് ചരിത്രത്തിലെ നൈതികതയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന ശക്തികളുടെ സംഭാവന എന്ന് പറയുന്നത്. ഒരു അധ്യാപകൻ എന്തായിക്കൂടാ എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നാരായൺ ആപ്തെ. അതുകൊണ്ട് പുതിയ കാലത്തെ അധ്യാപകർ അത്തരം അരാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട അധ്യാപനത്തിനെതിരെ, അത്തരത്തിലുള്ള ഒരു സോഷ്യൽ എഞ്ചിനീയറിങ്ങിനെതിരെ പ്രവർത്തിക്കേണ്ട വലിയ ബാധ്യത, ഉത്തരവാദിത്വം, രാഷ്ട്രീയ ജാഗ്രത കാണിക്കേണ്ട ഒരു സന്ദർഭത്തിലാണ് ഇങ്ങനെ ഒരു പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരു അധ്യാപക സംഘടന ഇത്തരത്തിലുള്ളൊരു കൂട്ടായ്മ സംഘടിപ്പിക്കുന്നത് എന്നുള്ളത് അതിൻ്റെ ഒരു രാഷ്ട്രീയ പ്രാധാന്യത്തെയാണ് എടുത്ത് കാണിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ ഈ ഒരു വിഷയം സംബന്ധിച്ച് സംസാരിക്കാൻ എന്നെ ക്ഷണിച്ചതിലുള്ള സന്തോഷവും നന്ദിയും ഞാൻ ആദ്യം രേഖപ്പെടുത്തുകയാണ്. നമുക്കറിയാം, ഈ സാംസ്കാരിക ദേശീയത ഉൽപ്പാദിപ്പിക്കുന്ന ഈ ഹൈന്ദവ ഫാസിസ്റ്റുകൾ കരുതുന്നത് പുരോഗമനപരമായതെല്ലാം അന്ധവിശ്വാസമാണ് എന്ന് കരുതുന്ന ആളുകളാണവർ. അതുകൊണ്ട് ഒരു റേഡിയോ പ്രവർത്തിക്കുന്നത് പോലെയാണ് അവർ പ്രവർത്തിക്കുന്നത്. ഞങ്ങൾ അങ്ങോട്ട് പറയുന്നത് നിങ്ങൾ കേട്ടാൽ മതി, നിങ്ങൾ പറയുന്നതൊന്നും ഞങ്ങൾ കേൾക്കണ്ട എന്ന് രീതിയിലുള്ള ഒരു റേഡിയോ പ്രവർത്തിക്കുന്നത് പോലെ ഒരു പ്രധാനമന്ത്രി പ്രവർത്തിക്കുന്നു, അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള മന്ത്രിസഭ പ്രവർത്തിക്കുന്നു, അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള മറ്റ് സംവിധാനങ്ങൾ അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ എങ്ങനെയാണ് ഒരു ഹിന്ദുത്വ സാംസ്കാരിക ദേശീയത നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എന്ന് നമുക്ക് അനുദിനം അവരുടെ ചെയ്തികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഗാന്ധി വെടിയേറ്റ് മരിച്ചത് ബിർള ഹൗസിലാണ്. 5/17 അദ്ദേഹം കൊല്ലപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ ശവകുടീരത്തിൽ അദ്ദേഹത്തെ തന്നെ വധിച്ച പ്രത്യയശാസ്ത്രം ഉള്ളിൽ പേറുന്ന ഒരാൾ ആ ശവകുടീരത്തിൽ എല്ലാ ജനുവരി 30-നും പുഷ്പാർച്ചന അർപ്പിക്കുമ്പോൾ നമുക്ക് അതൊരു രാഷ്ട്രീയ ശരിയല്ല എന്ന് തോന്നാതിരിക്കുന്നുണ്ടെങ്കിൽ ചോദ്യം ചെയ്യാനുള്ള നമ്മുടെ യുക്തിയെ നാം പണയം വെച്ചു എന്നാണ് അർത്ഥം. ഇതാണ് സാംസ്കാരിക ദേശീയത സാംസ്കാരിക പ്രവർത്തനത്തിലും നമ്മുടെ രാഷ്ട്രീയ ചിന്താ പദ്ധതിയിലും ഉണ്ടാക്കിയ വിള്ളലുകൾ എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് ആ ഒരു യുക്തിയെ തിരിച്ചു പിടിക്കാനുള്ള ശ്രമമാകണം ഫാസിസ്റ്റുകളെ നേരിടുന്നതിന് മുമ്പ് നാം നമ്മുടെ ഉള്ളിൽ ചെയ്യേണ്ട ഒരു രാഷ്ട്രീയ പ്രവർത്തനമെന്നാണ് ഞാൻ കരുതുന്നത്. നാം നിത്യവും പല്ല് തേക്കുന്നത് പോലെ നമ്മുടെ രാഷ്ട്രീയത്തെ
തേച്ച് മിനുക്കാനുള്ള ഒരു ശേഷി, ഒരു നൈതികത, ഒരു ഗുണാത്മകത ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ചും അധ്യാപക വൃത്തിയിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് അത്തരത്തിലുള്ളൊരു ഗുണാത്മകത, ഒരു രാഷ്ട്രീയ ശരി നിലപാടുകളിലും ചെയ്തികളിലും ഉണ്ടാവേണ്ടതിൻ്റെ ഒരു രാഷ്ട്രീയം ഈ അരാഷ്ട്രീയ കാലാവസ്ഥ ആവശ്യപ്പെടുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ഒരു രാഷ്ട്രീയ ജാഗ്രത ഉണ്ടാവുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. ഗാന്ധിയുടെ ശവഘോഷയാത്രയുമായി ബന്ധപ്പെട്ട ചില നിലപാടുകൾ പരിശോധിക്കുമ്പോൾ, ചരിത്രത്തിലെ നിലപാടുകൾ പരിശോധിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. 5/15/17 വെടിയേറ്റു മരിച്ച ഗാന്ധിയുടെ മൃതദേഹം, ഭൗതികദേഹം ബിർള ഹൗസിലുള്ള മട്ടുപ്പാവിൽ പൊതുദർശനത്തിന് വെച്ച സമയത്ത് അത് മുഴുവൻ കവർ ചെയ്തിട്ടാണ് വെച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ മുഖം മാത്രം കാണുന്ന രീതിയിലാണ് വെച്ചിരുന്നത്. പക്ഷേ അന്ന് രാത്രി നെഹ്റു ഒരു തീരുമാനമെടുത്തു. ആ ഒരു രാഷ്ട്രീയ ജാഗ്രതയുള്ള അന്നത്തെ നേതൃത്വത്തിൻ്റെ ഫലമായി എടുത്തൊരു തീരുമാനമാണ് ഇന്ന് ഗാന്ധിക്ക് 3 വെടിയേറ്റാണ് ഗാന്ധി മരിച്ചത് എന്നുള്ള ചരിത്ര സത്യം നമ്മോട് വിളിച്ചു പറയുന്നത്. അന്നത്തെ രാഷ്ട്രീയ ജാഗ്രതയുള്ള ആ നേതൃത്വം എടുത്ത തീരുമാനത്തിൻ്റെ ഫലമായി ഉണ്ടായ ഫോട്ടോഗ്രാഫുകൾ, ഫസ്റ്റ് ഹാൻഡ് റിപ്പോർട്ടുകൾ, സാമൂഹ്യമായ ഓർമ്മകൾ ഒക്കെ ആണ് എന്നുള്ളതാണ്. അതുകൊണ്ട് മൻ കി ബാത്ത് എന്ന് പറയുന്ന ഒരു റേഡിയോ പരിപാടി നമ്മുടെ പ്രധാനമന്ത്രി നടത്തുമ്പോൾ പ്രധാനമന്ത്രി ആലോചിക്കേണ്ടത് ഗാന്ധിയുടെ ശവഘോഷയാത്ര റിപ്പോർട്ട് ചെയ്ത മെൽവിൻ മെൽവോ എന്ന് പറയുന്ന ഒരു ബ്രോഡ്കാസ്റ്ററുടെ ജീവിതത്തെ അദ്ദേഹം ഓർക്കണമായിരുന്നു. 7 മണിക്കൂറാണ് ഈ ശവഘോഷയാത്ര. വെറും 20 മിനിറ്റ് മാത്രം പോകേണ്ട ദൂരത്തേക്ക് 7 മണിക്കൂർ എടുത്താണ് ഈ ശവഘോഷയാത്ര അന്ന് നടന്നു പോയത് ആളുകൾ മുഴുവൻ. അന്നത്തെ BBC റിപ്പോർട്ട് ചെയ്തത് 1 മില്യൺ ആളുകൾ ആ ശവഘോഷയാത്രയിൽ പങ്കെടുത്തുവെന്നാണ്. അതൊരു ചെറിയ കാര്യമല്ല. ഇന്നത്തെ പോലെ ബോധമലിനീകരണം ഇല്ലാത്ത ഒരു കാലത്തെ ഒരു ഫോർത്ത് എസ്റ്റേറ്റ് റിപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, ആ ഡാറ്റ ഒക്കെ വളരെ ആക്യുറസി ഉള്ളതാവും, വളരെ കറക്റ്റാവും, വളരെ നൈതികതയുണ്ടാവും. അന്ന് മെൽവിൻ മെൻഡോ 7 മണിക്കൂർ എടുത്ത് സംസാരിച്ചത് മുഴുവൻ ആ ശവഘോഷയാത്രയിൽ പങ്കെടുത്ത ആളുകളുടെ വൈകാരിക അനുഭവങ്ങളെ അടയാളപ്പെടുത്തുകയല്ല അദ്ദേഹം ചെയ്തത്. എന്തുകൊണ്ട് ഗാന്ധി കൊല്ലപ്പെട്ടു, ഇന്ത്യ എന്തായിരിക്കണമെന്നുള്ള, നമ്മുടെ സെക്യുലർ ഫാബ്രിക്കിന് എന്താണ് സംഭവിച്ചത് എന്നുള്ള, ആരാണ് വിഘടനവാദികൾ, ആരാണ് രാജ്യദ്രോഹികൾ എന്നുള്ള ഒരു വലിയ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഈ 7 മണിക്കൂറിലുടനീളം അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരുന്നത്. ഈ മെൽവിൻ മെൻഡോ കാണിച്ച ഈ നൈതികത, ഈ ഗുണാത്മകത, ഈ ചരിത്രത്തിൻ്റെ നൈതികത കാത്തുസൂക്ഷിക്കാനുള്ള ബാധ്യത നാം അധ്യാപകർക്കുണ്ട്. ഇന്ന് ഓരോ മനുഷ്യനും അവൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ, മാനവികമായ ഒരു ബോധ്യത്തിൽ ഊന്നിക്കൊണ്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ സ്വയം അധ്യാപകരാവേണ്ട ഒരു സന്ദർഭം കൂടി പുതിയ രാഷ്ട്രീയ കാലാവസ്ഥ ഒരു ഉത്തരവാദിത്തമായി നമ്മളിൽ ഏൽപ്പിക്കുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. നമുക്കറിയാം, ഇന്ന് നുണയുടെ വ്യാപനമാണ് ഈ ലോകം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നത്. പലതരത്തിലുള്ള നുണകൾ കൊണ്ട് ഇടകലർന്ന് ജീവിക്കുന്ന മനുഷ്യരെ തമ്മിലടിപ്പിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാവുകയും ആ സംവിധാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകളെ പോരടിപ്പിക്കുന്ന രീതിയിലേക്ക് ആ രാഷ്ട്രം വളരുകയും ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് തന്നെ അതിന് മുൻകൈ എടുക്കുന്ന രീതിയിലേക്ക് വരുന്നു. നമ്മുടെ രാജ്യം റിപ്പബ്ലിക്കായിട്ട് ഇത്രയധികം വർഷമായിട്ടും നമുക്കറിയാം, റിപ്പബ്ലിക്കിലെ ഏറ്റവും മഹത്തായ ഭാവം എന്ന് പറയുന്നത് ജനങ്ങളാണ്. പക്ഷെ ആ ജനങ്ങളെ മറന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് ഹൈന്ദവ ദേശീയത ഉൽപ്പാദിപ്പിക്കുന്ന ഈ സംഘപരിവാർ അടക്കമുള്ള ആളുകൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവർ മിസ് കോൾ അടിച്ച് തങ്ങളുടെ പാർട്ടിയിലേക്ക് ദൈവങ്ങളെ പോലും അംഗമാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ രാമൻ മിസ് കോൾ അടിച്ച് നിങ്ങളുടെ പാർട്ടിയിൽ അംഗത്വമെടുത്ത ആളല്ല എന്ന് സ്ഥാപിക്കുന്ന രീതിയിലുള്ള ജനകീയമായ ഇടപെടലുകൾ ഉണ്ടായി എന്നുള്ളത് ആണ് ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്ന മോദി ഒരു തൊട്ട പ്രധാനമന്ത്രിയാണ് എന്ന് നമുക്ക് നിശ്ചയത്തോടെ പറയാനായിട്ട് സാധിക്കും. രാമരാജ്യം ഉൽപ്പാദിപ്പിക്കാനായി പലതരത്തിലുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ, സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തിയിട്ടും അത് തള്ളിക്കളഞ്ഞ ഒരു ജനത രാമക്ഷേത്രം നിൽക്കുന്ന ഒരു ഇടത്തുണ്ടായി എന്നുള്ളത് ജനാധിപത്യത്തെ സംബന്ധിച്ച് ആശ്വാസകരമായ സംഗതിയാണ്. അവിടെ മത്സരിച്ച ഈ പ്രത്യയശാസ്ത്രൻ്റെ ഉടമകൾ തോറ്റു എന്നതാണ്. അതായത് മിസ് കോൾ അടിച്ച് അംഗത്വമെടുത്ത രാമനല്ല ഞങ്ങളുടെ രാമൻ എന്ന് ബാലറ്റിലൂടെ ജനങ്ങൾ അവർക്ക് മറുപടി കൊടുത്തു എന്ന് പറയുമ്പോൾ ജനാധിപത്യ ഇന്ത്യ നിലനിൽക്കണമെന്ന സ്വപ്നം ഒരു ഇത്തരത്തിലുള്ള രാഷ്ട്രീയം പ്രവർത്തിച്ച സമയത്ത് തന്നെ അതുണ്ടായി എന്നുള്ളതാണ്. ഇപ്പോൾ വ്യാജ ദേശീയത
ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് സത്യത്തിൽ ഈ സംഘപരിവാറുകൾ പല രീതിയിൽ ഇടപെടുന്നത്. പക്ഷേ നമുക്ക് എപ്പോഴും അവർ ഉൽപ്പാദിപ്പിക്കുന്ന രാഷ്ട്രത്തിനെതിരെ ഷൗട്ടൗട്ട് ചെയ്യാനുള്ള ചരിത്രബോധം നമുക്ക്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഗുണാത്മകത എന്ന് പറയുന്നത്. ഈ ഗുണാത്മകത എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ ജാഗ്രതയുടെ ഭാഗമായി ഉണ്ടാകുന്നതാണ്. ഈ ഗുണാത്മകത സത്യത്തിൽ നമുക്ക് എവിടുന്ന് കിട്ടുന്നതാണ് എന്നുള്ള ചോദ്യം വളരെ പ്രധാനമാണ്. അത് നമുക്ക് നമ്മുടെ കുടുംബത്തിൽ നിന്ന് കിട്ടുന്നതല്ല, നമ്മുടെ ജാതിയിൽ നിന്ന് കിട്ടുന്നതല്ല, നമുക്ക് നമ്മുടെ സമൂഹത്തിൽ നിന്ന് കിട്ടുന്നതല്ല. മറിച്ച് ഈ ഗുണാത്മകത, ഒരു മനുഷ്യൻ്റെ ഉള്ളിലുണ്ടാവുന്ന ഈ നന്മ എന്ന് പറയുന്ന ഈ ഒരു സംഗതി നമുക്ക് കിട്ടുന്നത് ചരിത്രത്തിൽ നിന്നാണ് എന്നുള്ളത്. അതുകൊണ്ട് ആ ചരിത്രത്തെ സംരക്ഷിക്കുക എന്നുള്ളത് വളരെ പരമപ്രധാനമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനമായി ഏറ്റെടുക്കേണ്ട ഒരു 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 കാലത്ത് കൂടിയാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് ഇവർക്ക് സ്വാതന്ത്ര്യസമരത്തിൽ പങ്കെടുത്ത അനുഭവങ്ങളില്ല. ഇവർക്ക് അത്തരത്തിൽ ഒരു നൈതികതയുടെ രാഷ്ട്രീയം ഉൽപ്പാദിപ്പിച്ച ആളുകളില്ല. അതുകൊണ്ട് ഇവർക്ക് ഒരു ചരിത്രമില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഒരു രാമരാജ്യ നിർമ്മിതി എന്ന് പറയുന്നത് എത്രമാത്രം വ്യാജമായ ഒരു നിർമ്മിതിയാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തിരിച്ചവരോടൊരു ചോദ്യം ചോദിക്കേണ്ടതുണ്ട്. രാമൻ സ്വയം തോറ്റ ഒരു മനുഷ്യനാണ്. സ്വന്തം ഭാര്യയെ സംരക്ഷിക്കാൻ കഴിയാതെ പോയ ഒരാളാണ്. സ്വന്തം രാജ്യത്തെ സംരക്ഷിക്കാൻ കഴിയാതെ പോയ ഒരാളാണ്. സ്വയമേ സംരക്ഷിക്കാൻ കഴിയാതെ പോയ ഒരാളാണ്. ആത്മഹൂതി ചെയ്യുകയായിരുന്നു രാമൻ. അങ്ങനെയുള്ള രാമരാജ്യമാണോ നിങ്ങൾ ഞങ്ങൾക്ക് സംഭാവന ചെയ്യുന്നത് എന്ന് ചോദിക്കാനുള്ള യുക്തിയെ, ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ജീവിതത്തിൽ നിന്ന്, നമ്മുടെ രാഷ്ട്രീയ ബോധ്യത്തിൽ നിന്ന് ഡിലീറ്റ് ചെയ്യപ്പെട്ട ആ യുക്തിയെ തിരിച്ചു പിടിച്ചുകൊണ്ട് ഇത്തരത്തിൽ നിരന്തരം ചോദ്യം ചോദിക്കുക എന്നുള്ളതാവണം നമ്മുടെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല്ല് തേക്കുന്നത് പോലെ നിത്യവും ചെയ്യേണ്ട ഒരു രാഷ്ട്രീയ പ്രവർത്തനമെന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ ചോദ്യം ചെയ്യുന്ന ആളുകളുടെ എണ്ണം ധാരാളമുണ്ട് എന്നുകൂടി പറയാതെ വയ്യ. അതുകൊണ്ട് അവർ നിരന്തരം ഈ വ്യാജ സാംസ്കാരിക ദേശീയത ഉൽപ്പാദിപ്പിക്കാൻ ആയിട്ട് നമ്മുടെ പോപ്പുലർ കൾച്ചറിൽ ഇടപെടുന്നു, നമ്മുടെ നാടകങ്ങളിൽ ഇടപെടുന്നു, കലകളിൽ ഇടപെടുന്നു, കവിതയിൽ ഇടപെടുന്നു, സാഹിത്യത്തിൽ ഇടപെടുന്നു. മുമ്പ് ഒന്നും നാം കാണാത്ത തരത്തിൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നാട് മുഴുവൻ നടക്കുന്ന ഒരു കാലമാണ് ഇത് എന്ന് നമുക്കറിയാം. സാഹിത്യം എങ്ങനെയാണ് ഭാവിയെ നിർമ്മിക്കാനുള്ളൊരു പദ്ധതിയായിത്തീരുന്നത് എന്ന് സാംസ്കാരിക പ്രവർത്തനം നടത്തുന്ന പുരോഗമന ആശയങ്ങളുള്ള ആളുകൾക്കൊക്കെ തന്നെ അറിയാം. ആ ഒരു ഇടത്തേക്ക്, ആ ഒരു സാംസ്കാരികമായ ഒരു ഇടപെടൽ നടക്കുന്ന ഒരു സ്ഥലത്തേക്ക് സാധാരണഗതിയിൽ ഈ ഹൈന്ദവ ഫാസിസ്റ്റുകൾ വരാറില്ലായിരുന്നു. പക്ഷേ ഇന്ന് ഇത്തരത്തിൽ പുരോഗമനപരം എന്ന് നാം കരുതുന്ന പല സംഗതികളുടെയും പിറകിൽ ഇവരാണ് എന്നുള്ളത് മനസ്സിലാക്കാം. ഇപ്പോൾ ജയ്പൂർ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ എങ്ങനെയാണ് സർവ്വസംഘ ചാലക് വന്ന് ഒരു ഡിബേറ്റിൽ പങ്കെടുക്കുന്നത് എന്ന് നമുക്ക് സങ്കല്പിക്കാനായിട്ട് പറ്റില്ലായിരുന്നു. എങ്ങനെയാണ് ഒരു ലിറ്റററി ഫിക്ഷനെ കുറിച്ച് വാചാലമായി ഇവർ സംസാരിക്കുന്നത് എന്ന് നമുക്ക് ആലോചിക്കാൻ പറ്റില്ലായിരുന്നു. ഇന്ന് അത്തരം കാര്യങ്ങളിലൊക്കെ അവർ ഇടപെടുന്നു എന്നുള്ളതിന് അർത്ഥം സാംസ്കാരികമായ ഇടത്ത്, പുരോഗമനമായ ഒരു ഇടത്ത് ഒരു വിള്ളൽ ഉണ്ടാക്കി കഴിഞ്ഞു എന്നാണ്. അതാണ് സാംസ്കാരിക ദേശീയത പ്രവർത്തിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത്. അതുകൊണ്ട് അവർ സിനിമകൾ നിർമ്മിക്കുന്നു. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ അവർ 20ഓളം സിനിമകളാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇപ്പോൾ കേരള സ്റ്റോറി പോലുള്ള സിനിമകൾ വന്നപ്പോൾ, കേരള ഫയൽസ് പോലുള്ള സിനിമകൾ വന്നപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രതിലോമകരമായ ഒരു രാഷ്ട്രീയം ഒരു സ്ക്രീനിൽ പ്രവർത്തിച്ചതിൽ നിന്ന് നാം കണ്ടു. ഇപ്പോൾ എമ്പുരാൻ വന്നപ്പോഴും നാം അത് കണ്ടു. ഇത് മാത്രമല്ല, RSSന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് അവർ നിർമ്മിക്കുന്ന ഒരു സിനിമയുടെ പേര് ഭാഗ്വത് ഗജ് എന്ന്. വ്യാജ ദേശീയത ഉൽപ്പാദിപ്പിക്കുന്ന, വ്യാജ ചരിത്രത്തെ മുന്നോട്ട് വെക്കുന്ന, ഇന്ത്യ എന്നാൽ ഇവർ നേടിത്തന്ന സ്വാതന്ത്ര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളർന്ന ഒരു രാജ്യമാണെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഒരു സിനിമ വരും. വളരെ നിർദോഷമായി കാണേണ്ട ഒരു കാര്യമല്ല ഇത്. കാരണം അതിൻ്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ചന്ദ്രയാൻ്റെ ബഡ്ജറ്റ്. ചന്ദ്രയാൻ എന്നൊരു മിഷന് ചെലവഴിച്ച തുക ഒരു സിനിമയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്നു എന്ന് പറയുമ്പോൾ എന്തുമാത്രം ബോധമലിനീകരണമാണ് അത് ഈ രാജ്യത്തുണ്ടാക്കാൻ പ്രാപ്തമാവുക എന്ന് നാം ആലോചിക്കണം. അങ്ങനെയാണ് പോപ്പുലർ കൾച്ചറിലൂടെ തങ്ങളുടെ പ്രത്യയശാസ്ത്ര വളർച്ചയ്ക്ക്, വ്യാജ ചരിത്ര നിർമ്മിതിക്ക്, സാംസ്കാരിക ദേശീയതയുടെ വ്യാപനത്തിന് അവർ ഈ ഒരു പോപ്പുലർ കൾച്ചറിനെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ മാർക്കോ എന്ന് പറയുന്നൊരു പടം വന്നു. വളരെ നിർദോഷമായി നമ്മളെല്ലാവരും കണ്ടു, കൈയടിച്ചു. നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, 500 ലിറ്റർ വ്യാജ രക്തമാണ് ആ ചിത്രത്തിൻ്റെ ചിത്രീകരണത്തിന് വേണ്ടി ഉപയോഗിച്ചത്. ഹോളിവുഡിലെ ഏറ്റവും വലിയ ക്രൈം പടങ്ങളിൽ ചെയ്തിട്ടുള്ള റാംബോ പോലുള്ള സിനിമകളുടെ നായകനായിട്ടുള്ള അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ ക്രൈം ഫിക്ഷനുകളിൽ അഭിനയിച്ചിട്ടുള്ള ആൾ. അദ്ദേഹത്തിൻ്റെ ടോട്ടൽ സിനിമയുടെ ആർട്ടിഫിഷ്യൽ ബ്ലഡ് എന്ന് പറയുന്നത് 114 ലിറ്റർ മാത്രം. അവിടെയാണ് ഒരു സിനിമയ്ക്ക് ഇവിടെ 500 ലിറ്റർ കൃത്രിമ രക്തം ഉപയോഗിക്കുന്നത്.
ഇതൊരു നിസ്സാരമായൊരു ഡാറ്റയായിട്ട് തള്ളിക്കളയാനല്ല. ഇതിൻ്റെ പിറകിലുള്ള രാഷ്ട്രീയം നാം പരിശോധിക്കണം. ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന ഒരു നടൻ ഏത് ലായത്തിൽ നിന്നാണ് വരുന്നത് എന്ന് നാം ആണ്. ഗുജറാത്തിൽ നിന്നാണ് അദ്ദേഹം വരുന്നത്. ഇങ്ങനെ തങ്ങളുടെ സ്പോക്സ് പേഴ്സണുകളായി ഇവർ തന്നെ സമൂഹത്തിൽ വേരോട്ടമുള്ള ആളുകളെ തിരഞ്ഞെടുത്ത് അവരുടെ ആളുകളായി പണിയെടുപ്പിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കുന്നുണ്ട്. അതാണ് പുതിയ സാംസ്കാരിക ദേശീയത ഉൽപ്പാദിപ്പിക്കാനായി അവർ ചെയ്യുന്ന സാംസ്കാരിക രംഗത്ത് ചെയ്യുന്ന ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന്. അതുകൊണ്ട് ഈ സിനിമ വരുമ്പോൾ ആ സിനിമയെ എങ്ങനെ നേരിടണം എന്നുള്ളത് നമ്മുടെ സാംസ്കാരിക പ്രവർത്തകർ ആലോചിക്കേണ്ടത്. ഇതിന് ഒരു നമ്മുടെ ക്രിമിനൽ വൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതെല്ലാം തന്നെ നോർമൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലാവസ്ഥ കൂടിയുണ്ട്. കൂടുതൽ രക്തച്ചൊരിച്ചിൽ ഉണ്ടാകുമ്പോൾ അതിനെ കൈയടിക്കുന്ന ഒരു ജനത ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അത് ഈ നമ്മുടെ രാഷ്ട്രീയത്തിന് എന്തോ തകരാറ് സംഭവിച്ചു എന്നാണ് അതിനർത്ഥം. അതുകൊണ്ട് എമ്പുരാൻ പോലുള്ള സിനിമകൾ വരുമ്പോൾ നാം അതിൻ്റെ പിറകിലെ രാഷ്ട്രീയത്തെ കണക്കിലെടുക്കാതെ നാം അതിനെ കൈയടിച്ച് സ്വീകരിക്കുകയും അത് സംഘപരിവാർ വിരിച്ച ഒരു വലയിൽ നാം വീണുപോവുകയുമാണ് ചെയ്തത് എന്നാണ് ഏറ്റവും. ഞാൻ ഇത് പറയുമ്പോൾ ഇതൊരു കോൺസ്പിറസി തിയറിയാണ് ഞാൻ മുന്നോട്ട് വെക്കുന്നതെന്ന് നിങ്ങൾക്ക് തോന്നാം. അങ്ങനെ നിങ്ങൾ കരുതിയാലും കുഴപ്പമില്ല. നിങ്ങളുടെ ഉള്ളിലേക്ക് അത്തരത്തിലൊരു ചിന്ത ഉൽപ്പാദിപ്പിക്കാൻ അതിന് കഴിയുമെങ്കിൽ ഞാനത് പറയാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, ഗുജറാത്ത് വംശഹത്യ നടന്ന സമയങ്ങളിൽ അതിൻ്റെ ഡോക്ടറേറ്റ് വീഡിയോകളും ഒറിജിനൽ വീഡിയോകളും ഒക്കെ വ്യാപകമായി പ്രചരിപ്പിച്ചതാരാൻ? സംഘപരിവാറായി. ഞങ്ങളിതാ അപരൻ നിങ്ങളുടെ ശത്രുവാണ് എന്ന് നമ്മളെ നിരന്തരം പഠിപ്പിക്കുന്ന ആളുകൾ അപരനെ കൊല്ലുന്ന, അവരൻ്റെ കുടൽമാല പുറത്തെടുക്കുന്ന വീഡിയോകൾ വ്യാപകമായി പ്രചരിപ്പിച്ചൊരു സമയത്ത് അത് ഏതെങ്കിലും ഒരു പോർട്ട് എസ്റ്റേറ്റിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൗരബോധമുള്ള ഒരു മനുഷ്യൻ ഇങ്ങനെ ഇവർ ചെയ്യുന്നു എന്ന് ലോകത്തെ അറിയിക്കാനായി പുറത്തേക്ക് വിട്ട വീഡിയോ അല്ല എന്ന് നാം മനസ്സിലാക്കണം. അപ്പോൾ എങ്ങനെയാണ് ബജ്രംഗി ഭായ് എന്ന് പറയുന്ന ഒരാളുടെ കഥ ഒരു എമ്പുരാൻ എന്ന് പറയുന്ന ഒരു സിനിമയിൽ വരുമ്പോൾ അതിൽ അക്രമ സീനുകൾ കാണിക്കുമ്പോൾ ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ കശാപ്പ് ചെയ്യുന്ന രംഗങ്ങൾ കാണിക്കുമ്പോൾ അത് ഒരു വംശത്തെക്കുറിച്ചുള്ളൊരു ഓർമ്മ വീണ്ടും പുതിയ ജനറേഷൻ നൽകാനായി എന്നുള്ള തരത്തിൽ നാം അതിനെ ഏറ്റെടുക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു. ഇത് നമ്മൾ തന്നെ പ്രചരിപ്പിച്ച് കൊടുക്കണമെന്നുള്ളത് അവരുടെ ആവശ്യമായിരുന്നു. ആവശ്യം നാം നിറവേറ്റി കൊടുത്തു എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് എന്താണ് ഉണ്ടായത്? ഞങ്ങൾ കൊല്ലുന്ന ആളുകളാണ്, ഞങ്ങൾ നിങ്ങളെ കൊല്ലും എന്നുള്ള ഉറച്ച ശബ്ദത്തെ നാം ഒന്നുകൂടി ഊട്ടി ഉറപ്പിച്ചു കൊടുത്തു എന്നൊന്ന്. ഇങ്ങനെയാണ് ഇവരുടെ രാഷ്ട്രീയം പ്രവർത്തിക്കുന്നത്. അല്ലാതെ ആ ഒരു സിനിമയ്ക്ക് എതിരെ ഒരു രാഷ്ട്രീയപരമായൊരു വിയോജിപ്പോ അല്ലെങ്കിൽ അവരുടെ പ്രത്യയശാസ്ത്ര അടിത്തറയ്ക്ക് എന്തെങ്കിലും ഇളക്കം തട്ടുമെന്നുള്ളത് കൊണ്ട് ആ സിസത്തെ നിരോധിക്കണമെന്നുള്ള ഉത്കടമായ ഒരു വിചാരം കൊണ്ടോ ഒന്നുമല്ല അത്തരത്തിലൊരു വിവാദമുണ്ടായത് എന്ന് നാം മനസ്സിലാക്കും. അതുകൊണ്ട് അതിൻ്റെ നായകനോ അതിൻ്റെ പിറകിൽ പ്രവർത്തിച്ച മറ്റ് അണിയറക്കാർക്കോ അതിന് നിർമ്മാതാവിനോ മാനഹാനിയോ ജീവഹാനിയോ എന്തെങ്കിലും മറ്റു തരത്തിലുള്ള നഷ്ടങ്ങളോ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ഒരു അക്കൗണ്ടബിലിറ്റി നാം എടുക്കേണ്ടത്. അങ്ങനെ ഉണ്ടായിട്ടില്ല. മാത്രമല്ല ഇതിൽ നിന്ന് കിട്ടിയ ലാഭത്തിൻ്റെ ഒരു പങ്ക് ഇവരുടെ തന്നെ മൗത്ത് പീസ് എന്ന് പറയുന്ന ഓർഗനൈസർ എന്ന് പറയുന്ന ഒരു മാഗസിനെ കിട്ടിയിട്ടുണ്ടോ എന്ന് പോലും ഞാൻ സംശയിക്കും. കാരണം അതിൻ്റെ ഒരു ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. മുമ്പ് നാമൊക്കെ വിചാരിച്ചിരുന്നത് ആമസോൺ എന്ന് പറയുന്ന ഒരു കമ്പനി ഒരു കോമേഴ്സ് ഭീമനായിരുന്നു എന്ന്. പക്ഷേ ഓർഗനൈസറിൻ്റെ ഒരു എഡിറ്റോറിയൽ പറയുന്നതോ ആമസോൺ എന്ന് പറയുന്ന കമ്പനി ഇവിടെ ഇന്ത്യയിൽ മതപരിവർത്തനത്തിന് വേണ്ടി വന്ന ഒരു ഗൂഢപദ്ധതിയുടെ ഭാഗമായി വന്നൊരു കമ്പനിയാണ്. കാരണം അമേരിക്കൻ ബാപ്റ്റിസ്റ്റ് മിഷൻ എന്ന് പറയുന്ന ഒരു ചെറിയ സംഘടനയ്ക്ക് അവരുടെ ചെറിയൊരു പരിപാടിക്ക് ഇത്ര പോലും ആളുകൾ പങ്കെടുക്കാതിരുന്ന ഒരു പരിപാടിക്ക് ഒരു നോട്ടീസ് അടിച്ചു കൊടുത്തത് ആമസോൺ ആയിരുന്നു. ഇത് ഒരു അവസരമാക്കി എടുത്തുകൊണ്ട് ഓർഗനൈസർ ഒരു എഡിറ്റോറിയൽ എഴുതുകയും അത് വ്യാപകമായി പ്രചരിക്കപ്പെടുകയും മറ്റു ട്രോൾ ആർമിയാണ് അത് പ്രചരിപ്പിച്ചത്. കാരണം ഇതൊരു ഇംഗ്ലീഷിലുള്ള മാഗസിനാണ്. ഒരു ഹിന്ദിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇവരിറക്കുന്ന ഇവരുടെ മൗത്ത് പീസായ മാഗസിൻ ഇംഗ്ലീഷിലാണ് എന്നുള്ളത് ഓർത്ത് ഇതാണ് ഇതിൻ്റെ വിരോധാഭാസം എന്ന് പറയും. അപ്പോൾ ഈ ഓർഗനൈസർ അത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുകയും അവരുടെ ട്രോൾ ആർമി അതിൽ ഇടപെട്ടതിൻ്റെ ഭാഗമായി ആമസോണിൻ്റെ 15ഓളം സെയിൽസിൻ്റെ ഷെയർ 15% 2 ആഴ്ച കൊണ്ട് കുറയുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വഴിപ്പെടുകയും ഒരു കോംപ്രമൈസിന് വരികയും അവർ ഇലക്ട്രൽ ബോണ്ടുകൾ പോലുള്ള സംഗതി വരുന്നതിന് മുമ്പ് തന്നെ അത്തരത്തിലുള്ള ഫണ്ടുകൾ കൊടുത്ത് സെറ്റിൽ ചെയ്യുകയും ചെയ്ത അനേകം സംഭവം. ഇന്ദ്ര എന്ന് പറയുന്ന ഒരു കൊമേഴ്സ് ഉണ്ടായി. അവിടെയും ഇത് തന്നെയായിരുന്നു. ഒരു ഏറ്റവും നീളമുള്ള സാരി ഞങ്ങൾ വിൽക്കുന്നു എന്നുള്ളൊരു പരസ്യം അവർ ചെയ്തത് നമ്മുടെ പുരാണങ്ങളിൽ നിന്നുള്ളൊരു വിത്ത് എടുത്തിട്ടാണ്. ആ കഥ ഞാൻ പറയുന്നില്ല.
സാരി ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൃഷ്ണനോ മറ്റോ വന്ന് അല്ലെ അതിന് നീളം കൂട്ടി കൊടുക്കുന്ന ഒരു പരസ്യം, വളരെ സർക്കാസ്റ്റിക് ആയിട്ടുള്ള, എന്നാൽ ഒരു മിത്തിനെ ഉപയോഗിച്ചുകൊണ്ട് പരസ്യം ചെയ്ത ആ പരസ്യത്തെ കയറി പിടിച്ചുകൊണ്ട് ഈ ഞങ്ങളുടെ മതവികാരത്തെ വ്രണപ്പെടുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കെതിരെ ട്രോളിംഗ് നടത്തുകയും ആ കമ്പനി വൻ നഷ്ടത്തിലേക്ക് വരുന്ന അവരുടെ സെയിൽസിൽ വലിയ ഇടിവുകൾ വരികയും ചെയ്യുമ്പോൾ വീണ്ടും കോംപ്രമൈസിങ് ആവുകയും ആ ഒരു കോർപ്പറേറ്റുകളെ പോലും ഇത്തരത്തിൽ അടക്കി നിർത്താൻ കഴിവുള്ള ശേഷിയുള്ള രാഷ്ട്രീയ ദുഷ്ടലാക്കുള്ള ഒരു സംവിധാനമാണ് ഈ ഫാസിസം എന്ന് പറയുന്നത്. അതുകൊണ്ട് അവർ ഇത്തരത്തിലുള്ള കോംപ്രമൈസുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ദുരന്തമുണ്ടാക്കുകയും ആ ദുരന്തം എൻകാഷ് ചെയ്യുകയും ചെയ്യുന്ന രീതിയിലേക്ക് അവർ പ്രവർത്തിക്കും. ഈ ദുരന്തം എൻകാഷ് എങ്ങനെയാണ് ഇവർ ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു സമീപകാല ഉദാഹരണം ഞാൻ പറയാൻ ആഗ്രഹിക്കുക. ഒറീസയിൽ നിങ്ങൾക്കറിയാം, ഒരു തീവണ്ടി അപകടമുണ്ടായി. 250ഓളം ആളുകൾ ആ ഒരു തീവണ്ടി അപകടത്തിൽ കൊല്ലപ്പെട്ടു. അതിൽ കൊല്ലപ്പെട്ട ആളുകൾക്ക് പലർക്കും ഐഡൻറ്റിറ്റി കാർഡുകൾ ഉണ്ടായിരുന്നില്ല. അവർ അപ്പോൾ തീവ്രവാദികളാണ് എന്നുള്ളൊരു നെറേറ്റീവ് വെട്ടി. അപ്പോൾ ആ ഒറീസയിൽ ഒരു ഗ്രാമത്തിലാണ് ഈ അപകടം നടന്നത്. ഈ 250 പേരുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാനായി അന്നത്തെ ഭരണകൂടം, ഇത് റെയിൽവേ ഒരു കേന്ദ്രത്തിൻ്റെ പോർട്ട്ഫോളിയോ ആയതുകൊണ്ട് അവർ കൂടി ഇടപെട്ടുകൊണ്ട് അന്ന് തിരഞ്ഞെടുത്തത് അവിടെ ഈ അപകടം നടന്നതിൻ്റെ കുറച്ച് അകലെയുള്ള ഒരു വിദ്യാലയമാണ്. അധ്യാപകരായതിൻ്റെ ഈ പറയുന്നില്ലേ, ആ വിദ്യാലയത്തിൽ വെച്ചാണ് 250 പേരുടെ പാവം മനുഷ്യരുടെ അപകടത്തിൽപ്പെട്ട ആളുകളുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യും. അവിടെ 5G ഇല്ലാത്ത ഒരു സ്ഥലമായി, നെറ്റ് കണക്ഷൻ വളരെ പുവർ ആയതുകൊണ്ട് അവിടെയുള്ള ആളുകൾ, ദരിദ്ര നാരായണന്മാരെ ആളുകൾ തൊട്ടടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിലേക്ക് വണ്ടി പിടിച്ച് പോയിട്ട് അവിടുത്തെ ഇത് ഡിജിറ്റൽ ഇന്ത്യയുടെ ഒരു മറുവശമാണ് എന്ന് കൂടി ആലോചിക്കണം. ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിട്ട് അവിടുന്ന് ഹൈ സ്പീഡുള്ള ഇൻ്റർനെറ്റ് കണക്ട് ചെയ്തിട്ട് പോൺ വീഡിയോകൾ ഡൗൺലോഡ് ചെയ്യുകയും ആ വീഡിയോകൾ ഗ്രാമങ്ങളിലുള്ള ആളുകൾക്ക് ചെറിയ പൈസക്ക് വിൽക്കുകയും ആ കാശ് കൊണ്ട് ഒരു നേരത്തെ ഭക്ഷണം വാങ്ങാൻ ശീലിക്കുകയും ചെയ്തിട്ടുള്ള ദരിദ്ര നാരായണന്മാരായുള്ള ആളുകളൊന്നും ഈ സ്ഥലത്താണ് ഒറീസയിൽ ഇങ്ങനെ ഒരു അപകടം നടന്നു. അവരുടെ കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയമാണ് ഈ പോസ്റ്റ്മോർട്ടത്തിനായി തെരഞ്ഞെടുപ്പ്. അങ്ങനെ ഒരു ഈ അപകടം കഴിഞ്ഞ് ഏതാനും മണിക്കൂറുകൾക്ക് അവിടെ ഹൈ സ്പീഡ് നെറ്റ് അവിടെ വരും. ഇതാരാണ് ചെയ്യുന്നത്? ഭരണകൂടമാണ്. നമ്മൾ ആലോചിക്കണം. ആളുകൾ എന്ത് ചെയ്യും? ആളുകൾ ഈ അപകടത്തിൻ്റെ പടങ്ങളെടുത്ത് വീഡിയോകളെടുത്ത് സർക്കുലേറ്റ് ചെയ്യാമല്ലോ. ഇതായിരുന്നു ഇവരുടെ ആവശ്യം. അതെല്ലാം കഴിഞ്ഞു. ആ സ്കൂൾ എന്ന് പറയുന്നത് അംബേദ്കർ, നെഹ്റു തുടങ്ങിയവർ അവരുടെ നേരിട്ട് കയ്യൊപ്പ് ചാർത്തിയ അനേകം പുസ്തകങ്ങളുള്ള വലിയ ലൈബ്രറികളുള്ള ഒരു വിദ്യാലയം കൂടിയായിരുന്നു. ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ 80% അവരുടെ കുട്ടികൾ പഠിക്കുന്ന ഒരു വിദ്യാലയമായിരുന്നു. അവിടെ നിന്ന് മറ്റ് ഗ്രാമങ്ങളിൽ നിന്ന് നൈതികതയുള്ള അധ്യാപകർ വന്ന് കുട്ടികളെ ക്ലാസ് എടുക്കുകയും എഡിഷണൽ ക്ലാസ് കൊടുത്ത് അവരുടെ ഈ PSCയിലുള്ള പരീക്ഷകൾക്ക്, പബ്ലിക് സർവീസ് എക്സാമിനേഷന് അവരെ പരിശീലിപ്പിക്കുകയും അതിൽ നിന്ന് കുറച്ച് ആളുകൾ ഉയർന്നു വരികയും ചെയ്യാൻ തുടങ്ങിയ ഒരു സന്ദർഭം കൂടിയായിരുന്നു. അപ്പോഴാണ് ആ വിദ്യാലയത്തെ അവർ ടാർഗറ്റ്, ഒരു ദുരന്തത്തെ എങ്ങനെയാണ് അവർ തങ്ങളുടെ പ്രത്യയശാസ്ത്ര വളർച്ചയ്ക്ക് ഉപയോഗിക്കുന്നതെന്നുള്ള ഏറ്റവും വലിയ തെളിവാണ്. അങ്ങനെ അവിടെ പോസ്റ്റ്മോർട്ടം നടന്നു. നാം കേട്ടിട്ടുണ്ട്, ഹിറ്റ്ലറുടെ കാലത്ത് ചെകുത്താൻ ഡോക്ടർമാർ അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്നതാണ്. ഓദി റെജീമിൽ ചെകുത്താൻ ഡോക്ടർമാർ ഉണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ആ പോസ്റ്റ്മോർട്ടം നടന്ന സ്ഥലവും അതിനുശേഷമുണ്ടായ അവിടുത്തെ പ്രസംഗം. മനഃപൂർവ്വം 250 ആളുകളുടെ പോസ്റ്റ്മോർട്ടം നടത്തിയ ബെഞ്ചിൻ്റെയും ഡെസ്കിൻ്റെയും ക്ലാസ് മുറികളിലും ഒക്കെ മനഃപൂർവ്വം രക്തത്തുള്ളികൾ, പാവം മരണപ്പെട്ട മനുഷ്യരുടെ മാംസകഷ്ണങ്ങൾ ബോധപൂർവം ഡോക്ടർമാർ അവിടെ ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത്. അടുത്ത ദിവസം എന്തു സംഭവിക്കുന്നു? ഇവരുടെ ഇടയിൽ നിന്ന് തന്നെയുള്ള ആളുകൾ 5G കിട്ടിയ ആനന്ദത്തിൽ ഒരു വാട്സപ്പിൽ ഒരു മെസ്സേജ്, നമ്മളുടെ വിദ്യാലയത്തിൽ പ്രേതമുണ്ടോ? അപ്പോൾ അധ്യാപകർ പ്രശ്നത്തിലാവുന്നു. ഈ ഇറച്ചിക്കഷ്ണത്തിൻ്റെയും രക്തത്തുള്ളികളുടെയും വീഡിയോകൾ നിരന്തരം പ്രചരിക്കുക. ഈ സ്കൂളിലേക്ക് ഈ സംഭവം കഴിഞ്ഞ ആഴ്ചകൾക്ക് ശേഷവും സ്റ്റേറ്റ് അത് വ്യക്തിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും അത് കേട്ടില്ല. ബെഞ്ച്, ഡെസ്ക്, ക്ലാസ് റൂമുകളൊക്കെ തന്നെ മാറ്റിപ്പണിയാമെന്ന് പറഞ്ഞിട്ടും ആളത് കേട്ടില്ല.
പ്രേതമുള്ളൊരു സ്ഥലത്തേക്ക് തങ്ങളുടെ കുട്ടികളെ പറഞ്ഞയക്കാനുള്ള പേടി അവർ ഈ ഫാസിസം അതിനകം ജനിപ്പിച്ചു കഴിയുകയും. അത് കാരണം എന്ത് സംഭവിച്ചു? ആ സ്കൂൾ കേന്ദ്രം പറയാണ്, ഞങ്ങൾ പുതിയൊരു വിദ്യാലയം ഞങ്ങൾക്ക് ഇതിനെ തന്നെ കെട്ടിത്തരാം. ഞാൻ ഇന്ന് സംസാരിക്കുന്ന ഈ നിമിഷം വരെയും ഇടിച്ച് തകർത്ത ആ കെട്ടിടത്തിന് പകരം അവിടെ ഒരു സ്കൂൾ ഉണ്ടായിട്ടില്ല. ഒരൊറ്റ രാത്രി കൊണ്ട് ഒരു വലിയ ജനതയെ വെളിച്ചത്തിലേക്ക് നയിക്കേണ്ട, ഒരു പുതിയ സമൂഹത്തെ ഉണ്ടാക്കേണ്ട കുട്ടികളുടെ വിദ്യാഭ്യാസം മുഴുവൻ നിലച്ചു പോവുകയാണ്. അതുകൊണ്ട് ഈ ഫാസിസ്റ്റുകൾ വിദ്യാഭ്യാസത്തിനെതിരാണ്, വിദ്യാലയങ്ങൾക്കെതിരാണ്. അവർക്ക് അമ്പലങ്ങളുണ്ട്, അമ്പലങ്ങൾക്കുള്ളിടത്തും ഇപ്പോൾ തോൽക്കുന്ന സ്ഥിതിയാണ്. അത് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ, രാഷ്ട്രീയ ജാഗ്രതയുടെ, രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിൻ്റെ മെച്ചമാണ് എന്നുള്ളത് കൂടി നാം ഓർത്താം. അതുകൊണ്ട് അധ്യാപനം എന്ന് പറയുന്നത് ഈ ഒരു ഫാസിസ്റ്റ് ഇന്ത്യയിൽ പരമപ്രധാനമായ ഒരു സംഗതിയാണോ? അത് വെറും ഒരു കുട്ടിയെ വാർത്തെടുക്കുന്ന ഒരു മെക്കാനിക്കൽ പ്രോസസ് അല്ല, അതൊരു രാഷ്ട്രീയ പ്രവർത്തനമാണ് എന്നുള്ള ബോധ്യം നിങ്ങൾക്കും എനിക്കും ഉണ്ടെങ്കിൽ അത് സെക്യുലറായി ഇന്ത്യയെ നിലനിർത്താൻ ഉതകുന്ന ഒരു സ്വപ്നമായി അവശേഷിക്കുന്നെന്നാണ് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഗാന്ധിയെ കൊന്ന ഒരാൾ അധ്യാപകനാണ് എന്നുള്ള ഒരു ബോധ്യം ഈ ഫാസിസ്റ്റുകൾക്കുണ്ട്, നവഫാസിസ്റ്റുകൾക്കുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള അധ്യാപകരെ ഉൽപ്പാദിപ്പിക്കാനുള്ള പരിശീലനമാണ് അവർ നിരന്തരം ഓപ്പൺ കൾച്ചറിൽ ഒരു ദുരന്തമുണ്ടാകുമ്പോഴും എന്ത് കാര്യത്തിൽ ഇടപെടുകയും അവർക്ക് അനുകൂലമായ ചില കാര്യങ്ങൾ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു സംഗതി അതിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് അവർ ചെയ്യുന്ന, ഈ രാജ്യത്തോട് ചെയ്യുന്ന ദുരന്തമെന്ന്. അതുകൊണ്ട് ഈ നമ്മുടെ രാജ്യദ്രോഹി, നമ്മളെയൊക്കെ രാജ്യദ്രോഹികൾ എന്ന് വിളിക്കുന്ന അവരാണ് യഥാർത്ഥത്തിൽ രാജ്യദ്രോഹികൾ എന്ന് നമുക്ക് പറയേണ്ടി പറ്റി. കാരണം ഈ കാലം അത്രയും അവർ ആക്രമിച്ചത് പാകിസ്ഥാനെ അല്ല, ഈ കാലം അത്രയും അവർ ആക്രമിച്ചത് ഇന്ത്യയിലുള്ള ഹിന്ദുക്കളെയും ഇന്ത്യക്കാരെയുമാണ്. മണിപ്പൂരിലുള്ള ഇന്ത്യക്കാരെ അവർ ആക്രമിക്കും, ഗുജറാത്തിലുള്ള ഇന്ത്യക്കാരെ ആക്രമിക്കുന്നു, ന്യൂനപക്ഷങ്ങൾ. ഗുജറാത്തിൽ ന്യൂനപക്ഷങ്ങൾക്ക് സ്ഥലം വാങ്ങാൻ പോലുമുള്ള അവകാശമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അത് ബീങ് എ മുസ്ലിം ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൻ്റെ 2ാം അധ്യായത്തിൽ അതേക്കുറിച്ച് മാത്രം ഒരു വലിയ ചാപ്റ്ററുണ്ട്. നമ്മളത് വായിക്കണം, ആ പുസ്തകം നിങ്ങൾ വായിക്കാം. അവയ്ക്ക് ഇത്തരത്തിൽ ദുരന്തങ്ങളെ അൻകാശ് ചെയ്യുന്ന, സാംസ്കാരിക ദേശീയത ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് സെക്യുലർ ദേശീയതയെ അട്ടിമറിക്കുന്ന സാംസ്കാരിക ഇടപെടൽ ഉപദ്രോവകരമായ ഒരു രാഷ്ട്രീയം പ്രവർത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് മുൻ ഹൈന്ദവ ഫാസിസ്റ്റുകളിൽ നിന്ന് വ്യത്യസ്തമായി മോദി റെജീം മുന്നോട്ട് വെക്കുന്ന ഒരു ആയുധം എന്ന് പറയുന്നത്. അത് തിരിച്ചറിയേണ്ടത് സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കേണ്ട നമ്മളെ പോലുള്ള ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് അവർ ഇത്തരത്തിലുള്ള നമ്മുടെ രാജ്യത്തിന് വെളിച്ചം നൽകിയ, സ്വാതന്ത്ര്യം നൽകിയ, സ്വപ്നങ്ങൾ നൽകിയ ആളുകളെയൊക്കെ തങ്ങളുടെ ആളുകളാക്കി. ഗാന്ധിയാണ് അവർ ആദ്യം ഹൈജാക്കിയത്. 1966 വിചാരധാര എന്ന് പറയുന്ന ഒരു പുസ്തകം, അവരുടെ ബൈബിൾ എന്ന് പറയുന്ന അവരുടെ പ്രത്യയശാസ്ത്രത്തെ ആളുകളിൽ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി എഴുതപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയ പുസ്തകം എന്ന് ഞാൻ പറയും. ആ പുസ്തകം 1966 വരും. ഈ പുസ്തകത്തിൻ്റെ ഒരു ആമുഖമുണ്ട്. ആൻറ്റി കമ്മ്യൂണിസ്റ്റായ M.A. വെങ്കിട്ടറാവു എന്ന് പറയുന്ന ഒരാൾ എഴുതിയ ഒരു ആമുഖം, 10 പേജുള്ള ആ ആമുഖത്തിൽ ഗാന്ധിയെ വെള്ളപൂശുന്ന ഒരു പാരഗ്രാഫിൽ ഗാന്ധിയെ വെടിവെച്ച് കൊന്ന പ്രത്യയശാസ്ത്രം പ്രചരിപ്പിക്കാൻ എഴുതപ്പെട്ടുള്ളൊരു പുസ്തകത്തിൽ ഗാന്ധിയെ വെള്ളപൂശുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഒരു ഗാന്ധിയൻ ലെഗസിയെ ഈ പ്രത്യയശാസ്ത്രം ഹൈജാക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട്. ഗാലക്സി ഓഫ് ലീഡേഴ്സ് എന്ന് പറയുന്ന കുറേ നേതാക്കളെ കുറിച്ച് ആ ഒരു ആമുഖത്തിൽ M.A. വെങ്കിട്ടറാവു എഴുതുന്നു. അതിൽ ആദ്യ പേരുകാരൻ ഗാന്ധിയാണോ, രണ്ടാമത്തെ പേരുകാരൻ വിവേകാനന്ദനാണോ, മൂന്നാമത് സവർക്കറാണോ? അങ്ങനെ ഈ 10 പേരിൽ 10ാമനാണ് പെഗ്ഗേവ. അവരുടെ സ്ഥാപകൻ്റെ പേര്, അവരുടെ പ്രത്യയശാസ്ത്ര റിസർട്ടിൽ ഏറ്റവും അവസാനവും അവർ വെടിവെച്ച് കൊന്ന, അവരുടെ പ്രത്യയശാസ്ത്രം വെടിവെച്ച് കൊന്ന ആളുടെ പേര് ആദ്യവും വരുന്നത് എങ്ങനെയാണ് നീതീകരിക്കാനാവുക എന്ന് മാത്രം ആലോചിച്ചാൽ എന്തുകൊണ്ട് പർപ്പസ്ഫുള്ളിയാണ് അത് ചെയ്യുന്നത്. ഗാന്ധിയൻ ആരാധകർ നാളെ ഇത് വായിക്കുമ്പോൾ ഗാന്ധി ഇവരുടെ തന്നെ ഒരാളായിരുന്നു എന്നുള്ള ഒരു നറേറ്റീവ് അറിയാതെ ഒരു നോർമലൈസി ഉണ്ടാവുന്നു. ഇതാണ് നിരന്തരം ഇവർ പല കാലങ്ങളിലായും ചെയ്തിരുന്നു. അപ്പോൾ സ്വാതന്ത്ര്യം കിട്ടുന്നതിൻ്റെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സാംഗ്ലിയിൽ, മഹാരാഷ്ട്രയിലെ സാംഗ്ലിയും
ഗാന്ധിക്ക് അനുകൂലമായി മുദ്രാവാക്യം വിളിച്ച ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു തറവക്കാരനുണ്ടായിരുന്നു. ബാബു ജനു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തെ ബ്രിട്ടീഷ് പട്ടാളം ഗാന്ധിക്ക് അനുകൂലമായി മുദ്രാവാക്യം വിളിച്ചതിൻ്റെ പേരിൽ വെടിവെച്ച് കൊന്നപ്പോൾ അവിടെ ആദ്യം ഓടിയെത്തിയത് ഈ ഗോൾവാൾക്കറായിരുന്നു, കോൺഗ്രസ്സുകാരായിരുന്നില്ല, സ്വാതന്ത്ര്യ സേനാനികളായിരുന്നില്ല, അന്നത്തെ ഇടതുപക്ഷ സോഷ്യലിസ്റ്റുകളോ ഒന്നും ആയിരുന്നില്ല എന്നിട്ടൊരു നോട്ടം. എന്നിട്ട് അദ്ദേഹം അവിടെ പ്രസംഗിച്ചത് സാധാരണക്കാരനായ ഒരാളെ അസാധാരണമായ കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരാളാണ് ഗാന്ധി. ഗാന്ധി ഒരു ഹിന്ദുവാണ് എന്നുള്ള രീതിയിലുള്ള പ്രസംഗമാണ് അവിടെ നിന്ന്. ഇങ്ങനെയാണ് ഗാന്ധിയൻ ലെഗസിയെ കാലാകാലങ്ങളിൽ ഇവർ ഹൈജാക്ക് ചെയ്യുക. ഗാന്ധിയൻ ലെഗസിയെ മാത്രമല്ല, ഗാന്ധിയൻ ടെർമിനോളജിയെയും ഇവർ ഇത്തരത്തിൽ ഹൈജാക്ക് ചെയ്യും. ഇതൊക്കെ സാംസ്കാരിക ദേശീയത ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന സംഗതിയാണ് എന്ന് കൂടി നാം ആലോചിക്കണം. ഹാരിസ് ജെയിംസ് എന്ന് പറയുന്ന ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിൻ്റെ സോഷ്യൽ സയൻസിൻ്റെ ഒരു കണ്ടെത്തൽ, ഗാന്ധിയൻ ടെർമിനോളജി നിരന്തരം ഗോൾവാൾക്കർ തൻ്റെ അവസാന ഇൻ്റർവ്യൂ, ഖുഷ്വന്ത് സിംഗിനാണ് അദ്ദേഹം അവസാന ഇൻ്റർവ്യൂ കൊടുത്തത്. അതും 1960 അദ്ദേഹം മരിക്കുന്നതിൻ്റെ ഒരു വർഷം മുമ്പാണ് ആ ഇൻ്റർവ്യൂ വന്നത്. ആ ഇൻ്റർവ്യൂവിൽ ഉടനീളം ഗാന്ധിയൻ ടെർമിനോളജിയാണ് ഇദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നതെന്ന്, ഇവരുടെ പ്രത്യയശാസ്ത്ര ക്യാമ്പുകളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ഗാന്ധിയൻ ടെർമിനോളജി ബോധപൂർവം ഉപയോഗിച്ചതിൻ്റെ ഫൈൻഡിങ്സ് അദ്ദേഹം അവതരിപ്പിക്കുകയും ഇത്തരത്തിൽ നമ്മളൊരു വാക്കുകളെ, ഭാഷയെ, ഭക്ഷണത്തെ ഒക്കെ ഇത്തരത്തിലുള്ള അപനിർമ്മിതിക്ക് വേണ്ടി, ഓരോ മലിനീകരണത്തിന് വേണ്ടി, ആളുകളെ തമ്മിൽ അടിപ്പിക്കാൻ വേണ്ടി അവർ ഉപയോഗിക്കുന്നു. ഇപ്പോൾ ഉറുദു ഭാഷയുടെ കാര്യം തന്നെ എടുത്താൽ ഇവർ ഇത്ര കാലം അത്രയും പ്രചരിപ്പിച്ചത് ഉറുദു ഒരു മുസ്ലിമിൻ്റെ ഭാഷയാണോ? സത്യത്തിൽ അതങ്ങനെയല്ല. ഹിന്ദി ഹിന്ദുക്കളുടെ ഭാഷയാണ് എന്നാ. ഈയിടെ മഹാരാഷ്ട്രയിൽ അവിടുത്തെ ഒരു കൗൺസിലിൻ്റെ ബോർഡ് ഉറുദുവിൽ ഉള്ളത് എടുത്തു മാറ്റണമെന്ന് ഒരു ആഹ്വാനമുണ്ടായപ്പോൾ അതിനെതിരെ ഒരാൾ കേസ് കൊടുക്കുകയും സുപ്രീം കോടതി ഇടപെടുകയും ആ വിധിയിൽ കോടതി പറഞ്ഞത് ഉറുദു ഇന്ത്യയിൽ ജനിച്ച ഭാഷയാണ്. അതാണ് സത്യം. അത് മാത്രമല്ല, നാം ആലോചിക്കണം, കഴിഞ്ഞ ഇലക്ഷൻ ക്യാമ്പയിനുകളിൽ മുഴുവൻ സംഘപരിവാർ ഉപയോഗിച്ചത് ഉറുദുവിൽ നിന്നുള്ള കാം എന്നൊക്കെ പറയുന്ന വാക്കുകളുണ്ടല്ലോ, അത്തരത്തിലുള്ള വാക്കുകൾ ആ മുഴുവൻ ഉറുദു ആയിരുന്നല്ലോ. അത് മാത്രമല്ല, യു പിയിലെ ചില ഇടങ്ങളിൽ മുസ്ലിം വോട്ടുകൾ കിട്ടാനായി അവരുടെ പോസ്റ്ററുകൾ മുഴുവൻ ഉറുദുവിലായിരുന്നു എന്നുള്ളതാണ് വേറൊരു സത്യം. അതുകൊണ്ട് ഒരു ഇരട്ടത്താപ്പ് എല്ലാ കാര്യത്തിനും അവർ ഇത്തരം ആവശ്യങ്ങൾക്കായി കൈക്കൊള്ളുന്നു എന്നുള്ളത് കൂടി നാം മനസ്സിലാക്കുക. അപ്പോൾ ഹിന്ദി ഹിന്ദുക്കളുടെ ഭാഷയാണെങ്കിൽ ഒരു മലയാളിയായ ഹിന്ദി അറിയാത്ത ഒരാളാണെങ്കിൽ അയാൾ ഹിന്ദുവല്ല എന്നാണ് അവരുടെ കണക്ക് പ്രകാരം അങ്ങനെയാണെങ്കിൽ വരിക. അതുകൊണ്ട് ആരാണ് ഹിന്ദു എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. അത് സംഘപരിവാർ ഹിന്ദുക്കളുടെ മൊത്തം സംരക്ഷണ കുത്തക ഏറ്റെടുക്കേണ്ടതില്ല എന്ന് തന്നെയാണ് ഇതൊക്കെ അർത്ഥമാക്കുന്നത്. കാരണം ഒരു യൂണിഫൈഡ് ഹിന്ദു എന്ന് പറയുന്നത് ഒരു രാജ്യം, ഒരു മതം, ഒരു ഭാഷ എന്നൊക്കെ പറയുന്ന ഒരു അശ്ലീലമായ ഒരു മോട്ടോ വെച്ച് ഇങ്ങനെ പ്രവർത്തിക്കുമ്പോൾ ഈ ബഹുസ്വരത എന്ന് പറയുന്ന ഒരു സംഗതി വലിയൊരു ചരിത്രമാണെന്നും അതൊരു രാജ്യമാണെന്നും അതൊരു രാജ്യത്തിൻ്റെ സ്വപ്നമാണെന്നും അതൊരു ജനതയെ മുന്നോട്ട് നയിക്കാനുള്ള വലിയ ഒരു പ്രതലമാണെന്നും എന്നുള്ള ഒരു വിചാരം സത്യത്തിൽ നമ്മുടെ ഉള്ളിൽ പണ്ടത്തെക്കാൾ കൂടുതൽ ഉണ്ടാവേണ്ട ഒരു കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ 9mm ബെരറ്റ എന്ന് പറയുന്ന തോക്ക്, അത് ബെരറ്റ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. ആ കമ്പനി 9mm ഉള്ള ഒരു ബുള്ളറ്റ് ഉള്ള വെടിയുണ്ട ഇവിടെ നീളമാണ്. അത് ഇറക്കിയ സമയത്താണ് അതിൽ 9mm ബെരറ്റ എന്ന് പറയുന്നത്. അപ്പോൾ 2mm ബെരറ്റ ഒക്കെ എല്ലാം ഗാന്ധിയെ വെടിവെച്ച് കൊന്ന തോക്കാണ് 9mm ബെരറ്റ എന്ന് പറയാ. മോദി പുഷ്പാർച്ചന അർപ്പിച്ച കാര്യം ഞാൻ തുടക്കത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. അദ്ദേഹം തന്നെയാണ് തൻ്റെ 2ാം ടേമിൽ ആദ്യം ഒപ്പുവെച്ച ബൈലാറ്ററൽ കരാറിൽ 9mm ബെരറ്റ എന്ന് പറയുന്ന തോക്ക് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കാനുള്ള സംവിധാനം ഒരുപോലെ എന്നുകൂടി നാം ഓർക്കണം. എന്തിനാണ് നമ്മുടെ രാജ്യത്ത് തോക്കുകൾ ഇത്രയധികം എന്ന് നാം ആലോചിക്കും. അത് ഇനി ഭാവി ഓൺലൈനിൽ നമുക്ക് മരുന്നുകൾ വാങ്ങാൻ കിട്ടുന്നത് പോലെ തോക്കുകൾ വാങ്ങാൻ കിട്ടും എന്നുള്ള ഒരു പേടി നമുക്കൊക്കെ ഉണ്ടാവേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് ഞാൻ തമാശ പറയുന്നതല്ല. ചെന്നൈയിൽ കല്യാൺ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ്, കല്യാണി ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ് ഇതിൻ്റെ കൊട്ടേഷൻ എടുത്തിരിക്കുന്നത്. അവിടെ കോക്കിൻ്റെ ഉൽപ്പാദനം ദ്രുതഗതിയിൽ നടക്കുമ്പോഴാണ് 3ാം ഘട്ടം വരികയും
ഒരു അപ്പോൾ ഈ തോക്കൊക്കെ എങ്ങനെ ഇത്രയധികം ഉണ്ടാക്കിയാൽ എങ്ങനെ വിൽക്കും എന്നുള്ളൊരു ആശങ്ക നമുക്കൊക്കെ ഉണ്ടാവും. അതൊന്നും ആരും വാങ്ങാൻ പോകുന്നില്ല. കമ്പനി അങ്ങനെ തന്നെ പൂട്ടിപ്പോകുമെന്നാണ് നാം വിചാരിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല. അങ്ങനെ തോക്ക് ഉപയോഗിക്കാനുള്ള ആളുകളെ പരിശീലിപ്പിക്കാനുള്ള ഒരു പദ്ധതിയാണ് അഗ്നിവേയ്. വെറും 5 വർഷക്കാലം മാത്രം പട്ടാളക്കാരനായി ജോലി ചെയ്ത് പുറത്തേക്ക് വരുന്ന ആളുകൾ അവരുടെ കീശയിൽ തുവാലകളോ പൂക്കളോ കൊണ്ടു നടക്കില്ല. അവരുടെ കീശയിൽ അവർക്ക് കൊണ്ടു നടക്കാൻ ഒരു തോക്ക് വേണമെന്നുള്ളത് ഈ പ്രത്യയശാസ്ത്രജ്ഞനറിയാം. അങ്ങനെ തോക്കുണ്ടാക്കുന്നതിന് മുമ്പേ തോക്ക് കൈകാര്യം ചെയ്യാനുള്ള ആളുകളെ ഉൽപ്പാദിപ്പിക്കുന്നു. ഇതിൻ്റെ പേരാണ് ഫാസിസ. അതുകൊണ്ട് ഗാന്ധിയെ കൊന്ന തോക്ക് ഉൽപ്പാദിപ്പിക്കാനുള്ള ഫാക്ടറി ഉണ്ടാക്കുന്നതിന് മുമ്പ് ആ തോക്ക് കൈകാര്യം ചെയ്യാനുള്ള ഒരു ജനതയെ സൃഷ്ടിക്കുന്നു എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ ഒരു ഗൺ കൾച്ചർ ഉണ്ടാവുന്നു എന്നതാണ്. ജനാധിപത്യം നശിക്കാൻ തന്നെ വേറെ വല്ലതുമാണ്. ഒരു ഗൺ കൾച്ചർ ഉണ്ടാവുമ്പോൾ അമേരിക്കയിലൊക്കെ കുട്ടികൾ വീട്ടിൽ നിന്ന് തോക്കെടുത്ത് കൊണ്ടുപോയി വെടിവെക്കുന്ന വാർത്തകൾ നാം വായിക്കുന്നുണ്ട്. ഇനി നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങൾ ഒരു ഡിബേറ്റിൽ ഒരാളോട് ഏർപ്പെടുമ്പോൾ കയ്യിൽ ചരട് കെട്ടിയ ആളാണെങ്കിൽ, കുറിതൊത്ത ആളാണെങ്കിൽ നിങ്ങൾ പേടിക്കണം. വാക്കുകളായിരിക്കില്ല തിരിച്ചു വയ്ക്കുക, വെടിയുണ്ടകളായി. ഇത്തരത്തിലേക്ക് ഒരു അൺട്രസ്റ്റ് ഉണ്ടാവുമ്പോൾ മാത്രമേ ഫാസിസത്തിന് അതിൻ്റെ ഏറ്റവും ഉയർന്ന തലത്തിൽ പ്രവർത്തിക്കാൻ പറ്റുകയുള്ളൂ എന്നിവർക്കറിയാം. യുദ്ധമുണ്ടാകുമ്പോൾ, കലാപമുണ്ടാകുമ്പോൾ, ഇത്തരത്തിൽ അരാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട ഒരു ജനത ഉണ്ടാകുമ്പോൾ മാത്രമാണ് അവർ കൂടുതൽ നിലനിൽക്കുക. അങ്ങനെയുള്ള അവരുടെ നിലനിൽപ്പിന് ആവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളും, മനുഷ്യവിരുദ്ധമായ പ്രവർത്തനങ്ങളും അവർ നടത്തിക്കൊണ്ടിരിക്കും. ഇത് തിരിച്ചറിയേണ്ട ബാധ്യത നമുക്കുണ്ട്. ഇപ്പോൾ ഒരു PR-ൻ്റെ പുറത്താണ് ഇവരെല്ലാം ഇങ്ങനെ നിൽക്കുന്നത് എന്ന് നമുക്കറിയാം. ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്ന, ജുഡീഷ്യറി എന്ന് പറയുന്ന നമ്മുടെ എപ്പോഴും ഈ ജനാധിപത്യത്തിന് ആശ്വാസം തമ്മിലുള്ള ഒരു സംവിധാനങ്ങളൊക്കെ തന്നെ കാവ്യവൽക്കരിക്കപ്പെട്ടു കഴിയുമെന്ന് നമുക്കറിയാം. ഒരു വാർത്ത കേൾക്കുമ്പോൾ അത് ആർക്ക് വേണ്ടി പടച്ച വാർത്തയാണെന്ന് നമുക്കറിയാം. ഇപ്പോൾ 2 ദിവസം മുമ്പ് തന്നെ നിങ്ങൾ കേട്ട് കാണും, അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് കാണും. ഇലക്ട്രൽ ബോണ്ട് നമ്മുടെ പാർട്ടി വാങ്ങി എന്നുള്ള തരത്തിലുള്ളൊരു വാർത്ത വരും. സത്യത്തിൽ ഇലക്ട്രൽ ബോണ്ടിനെതിരെ കോടതിയിൽ കേസിന് പോയ ഒരു പ്രസ്ഥാനമാണ് എന്ന് നാം മറന്നു പോവുക പലരും. ഇങ്ങനെ വാർത്തകളെ തിരിച്ചിടുന്ന ഫോർത്ത് എസ്റ്റേറ്റ് ഉണ്ടാകുമ്പോൾ നമ്മുടെ യുദ്ധം നമ്മുടേത് മാത്രമായൊരു യുദ്ധമായി തീരുന്ന ഒരവസ്ഥ കൂടിയുണ്ട്. അപ്പോൾ അതിലെ കൂട്ടായ്മയെ, ആ യുദ്ധത്തിന് ആക്കം കൂട്ടുന്ന കാര്യങ്ങളെ സാംസ്കാരികമായി ഉൽപ്പാദിപ്പിച്ചെടുക്കുക എന്നുള്ളതാവണം നമ്മുടെ രാഷ്ട്രീയ ജാഗ്രതയുള്ള ഓരോ ആളുകളുടെയും ധർമ്മം എന്നാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് തോൽക്കുമ്പോഴൊക്കെ വലിയ PR വർക്കുകൾ ഉണ്ടാവും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന്. ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള കാര്യങ്ങൾ, ഇപ്പോൾ സിന്ദൂർ പോലുള്ള ഒരു ഓപ്പറേഷൻ നടന്ന സമയത്ത് അതിന് പോയ ആളെ, വനിതയെ, ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളായതുകൊണ്ട് ആ ഒരു ഓഫീസറെ അപമാനപ്പെടുത്തുന്ന അതേ ആളുകൾ തന്നെ ഇപ്പുറത്ത് സിന്ദൂരിൻ്റെ പേര് പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. നമ്മുടെ പ്രധാനമന്ത്രി ഒരു പട്ടാളക്കാരൻ്റെ വേഷം ധരിച്ച് ഉള്ള പോസ്റ്ററുകൾ എല്ലായിടത്തുമുണ്ട്. അതൊരു പ്ലെയിൻ ടിക്കറ്റിൻ്റെ മുകളിലാണ് ആദ്യം അച്ചടിച്ചു വന്നത്. പക്ഷേ നമ്മൾ ആരും ചോദിച്ചില്ല, സിന്ദൂറൊക്കെ ഓക്കെ, പക്ഷേ ആ പെഹൽഗാമിൽ വന്ന തീവ്രവാദികളെ നിങ്ങൾ എന്തു ചെയ്തു എന്ന് ചോദിച്ചു. ആ തീവ്രവാദികളെ പിടിച്ചിട്ട് വേണമായിരുന്നു, ഇതാ ഞങ്ങൾ വിജയിച്ചു, ഞങ്ങളുടെ ഇന്ത്യക്കാരെ ആക്രമിച്ച ആളുകളെ ഇതാ ഇന്ത്യക്കാരുടെ മുന്നിൽ വെക്കുന്നു എന്ന് പറയാൻ. അതല്ല ചെയ്യുന്നു. മാത്രമല്ല മറ്റൊരു മന്ത്രി പറയുന്നു, ആ 26 പേരെ കൊന്ന ഇടത്ത് സ്ത്രീകൾ യാതൊന്നും ചെയ്യാത്തത് കൊണ്ടാണ് ഇത്രയും കാഷ്വാലിറ്റികൾ ഉണ്ടായത്. അഗ്നിവീർ എന്ന് പറയുന്നൊരു പദ്ധതി ഉണ്ടായിരുന്നുവെങ്കിൽ ഇവർക്കൊക്കെ സായുധ പരിശീലനം കിട്ടുമായിരുന്നു. അതുകൊണ്ട് ഒരു തീവ്രവാദികൾ അതിർത്തി കടന്ന് ഇങ്ങോട്ട് വന്നാൽ പൗരന്മാർ തന്നെ നേരിടണം എന്ന് പറയുന്നൊരു ഭ്രാന്ത് പറയുന്നു. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഗൺ കൾച്ചർ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള നെറേറ്റീവ്സ് ഇങ്ങനെ പതുക്കെ വന്നുകൊണ്ടി. അപ്പോൾ ഇത് വളരെ ഗൗരവപൂർവ്വം നാം ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. നേരത്തെ ഒരു വടി കൊണ്ട് ഒരു അമ്പലമുറ്റത്ത് പരിശീലനം നേടിയ ആളുകളുടെ മനോഭാവമോ പ്രത്യയശാസ്ത്ര യുക്തിയോ ഒന്നുമല്ല ആധുനിക ഫാസിസത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ പ്രത്യയശാസ്ത്ര യുക്തി എന്ന് പറയുന്നത്. അത് തികച്ചും നമുക്ക് സങ്കല്പിക്കാൻ പറ്റുന്നതിനപ്പുറമുള്ള ഒരു കാര്യമാണ്. ഈയിടെ ഒരു കണക്ക് പുറത്തു വരികയുണ്ട്. അപ്പോൾ നമുക്കറിയാം, യൂറോപ്യൻ പാർലമെൻറ്റ് മണിപ്പൂരിൽ 2 വർഷമായി എരിയുകയാണ് എന്ന് നമുക്കറിയാം. അവിടെ
നമ്മുടെ പ്രധാനമന്ത്രി പോയിട്ടില്ല, ഇന്നേ വരെ പോയിട്ടില്ല. ഈ പഹൽഗാമിൽ അദ്ദേഹം പോകുമെന്ന് നാം പ്രതീക്ഷിച്ചു, പക്ഷെ പോയിട്ടില്ല. ഈ പ്രതിരോധ മീറ്റിംഗ് സർവകക്ഷി യോഗം നടന്ന സമയത്ത് അദ്ദേഹം അതിനും പങ്കെടുത്തില്ല. നിർണായകമായ യാതൊരു കാര്യത്തിനും പങ്കെടുക്കാത്ത ഒരാൾ കഴിഞ്ഞ 10 വർഷക്കാലത്തിനുള്ളിൽ സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് ഒരു വിദേശ യാത്രയുടെ ദൂരം അളക്കുകയാണെങ്കിൽ അത് ചന്ദ്രനിൽ പോയി തിരിച്ചു വരാനുള്ള ദൂരമാണ് എന്നീ ഒരു MP നമ്മുടെ പാർലമെന്റിൽ പറയുന്നു. ഇത്രയും ദൂരം സഞ്ചരിച്ച ഒരാൾക്ക് തൻ്റെ മൂക്കിന് താഴെയുള്ള ഒരു സ്ഥലം എരിയുമ്പോൾ അവിടെ പോകാനുള്ള ശക്തിയില്ല എന്ന് കരുതി. ഇതാണ് ഫാസിസത്തിൻ്റെ രാഷ്ട്രീയം എന്നേര്. പുകയുന്നിടത്തൊക്കെ പുകയട്ടെ എന്നുള്ള രീതിയാണ് സമാധാനത്തിൻ്റെ രീതിയിൽ. മണിപ്പൂരിൽ സമാധാനം സൃഷ്ടിക്കാനുള്ള വലിയ അവസരങ്ങൾ പ്രധാനമന്ത്രിയുടെ പേരുണ്ടായി. അപ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. സാർക്ക് ഫുട്ബോൾ മത്സരം നടന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലെ മണിപ്പൂർ കത്തുമ്പോഴാണ് ആ മത്സരം നടന്നത്. വേദികളും കുട്ടികളുമായിട്ടുള്ള ആളുകൾ നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിനുണ്ടായി. 3-1 പാകിസ്ഥാനെ ഇന്ത്യ ആ ഫുട്ബോൾ മാച്ചിൽ തോൽപ്പിച്ചു. അതിൽ ഗോളടിച്ചവരിൽ 2 പേർ മെയ്തി വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഒരാൾ കുക്കി വിഭാഗത്തിൽപ്പെട്ട ഒരാളുമായി. അവിടെ ഒരു സമാധാനം കാക്ഷിക്കുന്ന ഒരു പ്രധാനമന്ത്രി ആയിരുന്നുവെങ്കിൽ ആ ഒരൊറ്റ ഇൻസിഡന്റ് വരെ ഉറക്കെ പ്രഖ്യാപിക്കാലോ, ഞങ്ങൾ ഇന്ത്യക്കാർ മെയ്തികളും കുക്കികളും ഒന്നായി കളിച്ച് ഇന്ത്യയുടെ ജേഴ്സി അണിഞ്ഞ് ഞങ്ങൾ ഇതാ പാകിസ്ഥാനെ തോൽപ്പിച്ചിരിക്കുന്നു, ഞങ്ങൾ ഒന്നാണ്, ഇവിടെ ഒരു പ്രശ്നങ്ങളുമില്ല, ഇവിടെ സമാധാനത്തിന്റെ രാജ്യമാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാനുള്ള വലിയ അവസരമുണ്ടായിരുന്നു. ആ പന്തികളുടെ റിസൾട്ട് ചെയ്തിട്ടുണ്ടല്ലോ, ബോധപൂർവമാണ്. അതുകൊണ്ട് സമാധാനമുണ്ടാക്കാനല്ല, ഇന്ത്യക്കാരെ തമ്മിൽ അടുപ്പിക്കാനാണ് ഈ പ്രത്യയശാസ്ത്രം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് അവർ രാജ്യസ്നേഹികളല്ല, രാജ്യദ്രോഹികളാണ് എന്ന് നമുക്ക് ലിറ്റററി പറയേണ്ടി. അതിനുള്ള തെളിവുകൾ അനേകം. നാടിൻ്റെ പേര് മാറ്റുന്നതിൽ സജീവ ശ്രദ്ധ പുലർത്തുന്ന ആളുകൾ നമ്മുടെ അതിർത്തി ഗ്രാമങ്ങളിലെ പേര് ചൈന മാറ്റിയപ്പോൾ ശബ്ദിച്ചില്ലല്ലോ. ഇവരാണോ രാജ്യസ്നേഹികൾ? രാജ്യസ്നേഹികളായിരുന്നുവെങ്കിൽ നമ്മുടെ രാജ്യത്തിനകത്തുള്ള ഒരു സ്ഥലത്തിൻ്റെ പേരല്ല അവർ മാറ്റേണ്ടത്. നമ്മുടെ രാജ്യത്തിനകത്തുള്ള ഒരു സ്ഥലത്തിൻ്റെ പേര് ഒരു അയൽ രാജ്യം മാറ്റുമ്പോൾ അതിനെതിരെയായിരുന്നു ശബ്ദിക്കേണ്ടത്. അത് ചെയ്യാത്തിടത്തോളം നമുക്കവരെ രാജ്യദ്രോഹികൾ എന്ന് വിളിക്കുന്നു. ഇങ്ങനെയാണ് ഈ പ്രത്യയശാസ്ത്രം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് രാജ്യസ്നേഹത്തെക്കുറിച്ച്, രാജ്യദേശീയതയെക്കുറിച്ച് ഇവർ സംസാരിക്കുമ്പോൾ നാം നിരന്തരം ഇത്തരത്തിലുള്ള യുക്തിപൂർവമായ ചോദ്യങ്ങൾ അവരോട് തിരിച്ച് ചോദിക്കേണ്ടതുണ്ട്. രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്തത് പ്രധാനമന്ത്രിയാണ്. നമ്മുടെ പുതിയ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്തത് അമ്പലത്തിൽ കാര്യങ്ങൾ നടത്തേണ്ട ആളുകളാണ്. അതിൻ്റെ അർത്ഥം പാർലമെന്റ് അമ്പലമാവുകയും അമ്പലം പാർലമെന്റ് ആവുകയും ചെയ്യുന്ന ഒരു അശ്ലീല രാഷ്ട്രീയം പ്രവർത്തിക്കുന്നത്. ഇതിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ മുന്നോടിയായി നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞത് 25,000 ചെരുപ്പുകൾ സൂക്ഷിക്കാനുള്ള സൗകര്യം ഈ അമ്പലത്തിൻ്റെ ഉള്ളിലുണ്ട്. ചെരുപ്പിട്ട് നടക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത, അതിനനുവദിക്കാത്ത ഒരു സ്ഥലത്ത് ദളിതർക്ക്, മറ്റ് പിന്നോക്ക വിഭാഗക്കാർക്ക് ചെരുപ്പിട്ട് നടക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത ഒരിടക്ക് നിന്നുകൊണ്ട് പ്രധാനമന്ത്രി പറയുന്നു 25,000 ചെരുപ്പുകൾ സൂക്ഷിക്കാനുള്ള സൗകര്യം ഞങ്ങൾ ഇതാ അമ്പലത്തിനുള്ളിൽ ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, രാജ്യത്തിൻ്റെ അഭിവൃദ്ധിയെ അളക്കുന്നത് അമ്പലത്തിൽ ചെരുപ്പ് സൂക്ഷിക്കാനുള്ള ഇടത്തിൻ്റെ സൗകര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് വരുമ്പോൾ എന്ത് രാഷ്ട്രീയമാണ് ഇവിടെ പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് ജനങ്ങളുടെ രാഷ്ട്രീയമല്ല. പക്ഷേ അവിടെ ചെരുപ്പിട്ട് നടക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത ആളുകളുടെ വിധിയാണ് അമ്പലം നിൽക്കുന്നിടത്ത് ഇവരെ തോൽപ്പിച്ചത് എന്നുകൂടെ. ഈ ഒരു നൈതികതയാണ് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സ്വപ്നം, നമ്മുടെ രാഷ്ട്രത്തെ മുന്നോട്ട് നയിക്കാനുള്ളൊരു ശക്തി നമുക്ക് പകർന്നു കിട്ടുന്നത് ഇത്തരത്തിലുള്ള ഒരു കാര്യമാണ്. അപ്പം നമ്മൾ വിചാരിക്കും ഇത് മുഴുവൻ ഞാനിപ്പോൾ പറഞ്ഞത് മുഴുവൻ ഉത്തരേന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങളാണല്ലോ, നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളില്ലല്ലോ. നമ്മുടെ കേരളത്തിലും ഇത്തരത്തിലുള്ള സാംസ്കാരിക ദേശീയതയുടെ ഭാഗമായി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. പാലക്കാട് ഇപ്പോൾ മോദിയുടെ ഒരു പ്രധാന തിരഞ്ഞെടുപ്പ് മുദ്രാവാക്യങ്ങളിലൊന്ന് ശ്മശാനത്തെക്കുറിച്ചായിരുന്നു എന്നത് നമുക്കറിയാം. കേരളത്തിൽ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ ശ്മശാനം ഒരു പ്രത്യേക ജാതിക്ക് വേണ്ടി മതിൽ കെട്ടിക്കിരിക്കുകയും മറ്റ് ഒരു ഉയർന്ന ജാതിക്ക് വേണ്ടി അവിടെ ഒരു ഷെഡ് നിർമ്മിക്കുകയും ചെയ്യുന്ന തരത്തിലേക്ക്
ശവങ്ങളെ പോലും വേർതിരിക്കുന്ന രീതിയിൽ ഒരു റെസ്പെക്റ്റ് ഉണ്ടാക്കുന്ന രീതി ഒരു രാഷ്ട്രീയം ഉടലെടുപ്പു എന്ന് നാം മനസ്സിലാക്കും. ഇതിനെതിരെ നാം എന്താണ് ചെയ്തേക്ക്? ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്? പൊതു ശ്മശാനം എന്നുള്ളത് അതിൻ്റെ ഉള്ളിലുള്ള ഒരു ജനാധിപത്യത്തെ അത് കശാപ്പ് ചെയ്തു എന്നാണ് അർത്ഥം. അവിടെ ഒരു വിഭാഗീയത ഉണ്ടാക്കി. കുറേ ശവങ്ങൾ ഒരു പ്രത്യേക തരത്തിലുള്ള മരിച്ചു കഴിഞ്ഞാലും ജാതിയുടെ അടിസ്ഥാനത്തിൽ നിലനിൽക്കാനുള്ള ഒരു ജീവിതം ഉണ്ടാക്കി കൊടുത്തു എന്നാണ് ഇത് പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഉത്തരേന്ത്യയിലുള്ള സംഗതികൾ മെല്ലെ മെല്ലെ നമ്മുടെ കേരളത്തിലും പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മെ ഭയപ്പെടുത്തേണ്ടതുണ്ട്. അതിനെ ചെറുത്തുനിൽപ്പ് ശക്തമാക്കേണ്ട ഒരു ഉത്തരവാദിത്വം ബാധ്യത നമുക്കുണ്ട്. ഈ രാമക്ഷേത്രം നിർമ്മിതി നടന്ന സമയത്ത് അതിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് അവിടെ വലിയ കിട്ടൂരങ്ങളാണ് അവിടുത്തെ UP സർക്കാർ തികച്ചും മനുഷ്യവിരുദ്ധമായ അവർ പറഞ്ഞു, ഒരാഴ്ചക്കാലത്തേക്ക് നിങ്ങൾ ഇനി ഇവിടെ ഇറച്ചി വിൽക്കാൻ പാടില്ല. സൊമാറ്റോയോട് പോലും അവർ ഭീഷണിപ്പെട്ടു. നിങ്ങൾ ഓൺലൈനിൽ ഒരു ഇറച്ചി ഭക്ഷണം ഡെലിവറി ചെയ്തു തരും. ഇതൊക്കെ നമ്മുടെ ഭരണഘടനയ്ക്ക്, നമ്മുടെ ജനാധിപത്യ സംവിധാനങ്ങൾക്ക് എതിരായി ഉള്ള പ്രസ്താവനകൾ, ഹെയ്റ്റ് ക്യാമ്പയിനുകൾ. നമുക്ക് ജാതിയുടെ അടിസ്ഥാനത്തിലോ മതത്തിൻ്റെ അടിസ്ഥാനത്തിലോ ജനങ്ങളെ തമ്മിലടുപ്പിച്ച് വോട്ട് ചോദിക്കരുത് എന്നുള്ളത് ഒരു അലിഖിത നിയമമാണ്, ഒരു നൈതികതയാണ്. അത് ഒരു രാഷ്ട്രീയ ജാഗ്രതയുള്ള ആരും തന്നെ ചെയ്യാത്തൊരു കാര്യം. പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി കഴിഞ്ഞ ഇലക്ഷനിൽ 173 ഇടങ്ങളിലാണ് പ്രസംഗിച്ചത്. ഹ്യൂമൻ റൈറ്റ് വാച്ച് പറയുന്നത് 173 പ്രസംഗങ്ങളിൽ 114ലും ഹെയ്റ്റ് ക്യാമ്പയിനിങ് പോലുള്ള പ്രസംഗങ്ങളായിരുന്നു അദ്ദേഹം നടത്തിയിരുന്നതെന്ന്. ഇതൊരു മനുഷ്യാവകാശ സംഘടന പറയാം, തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ പറയാം. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇത് മാത്രം മതിയായിരുന്നു അയോഗ്യനാക്കിപ്പെടാൻ, ഇത് മാത്രം മതിയായിരുന്നു ജയിലിൽ പോകാൻ. പക്ഷേ പ്രധാനമന്ത്രി എന്ന് പറയുന്ന ഒരാൾക്ക് കിട്ടുന്ന ഒരു ലീഗൽ ഇമ്മ്യൂണിറ്റിയും ആ ഇമ്മ്യൂണിറ്റിയുടെ ബലത്തിലാണ്. കാരണം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒരു സ്ഥാനത്തെത്തുമ്പോൾ ആ സ്ഥാനത്തിൻ്റെ മര്യാദക്കനുസരിച്ച് പെരുമാറുന്ന ശീലങ്ങളായിരുന്നു മുൻകാലങ്ങളിൽ ഇത്തരം പദവികളിൽ ഉണ്ടായിരുന്ന ആളുകൾക്കിടെ ഉണ്ടായിരുന്നു. ഇവർ പറയും, ഞങ്ങൾ ദളിതർക്കെതിരല്ല, ഞങ്ങൾ മറ്റു വിഭാഗങ്ങൾക്കെതിരല്ല എന്നൊക്കെ പറയുമെങ്കിലും ഉന്നത സ്ഥാനത്തെത്തിപ്പെട്ടിട്ടുള്ള സോപ്പോളിന് താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾ എന്ന് നാം പറയപ്പെടുന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകളിൽ നിന്ന് ഒരാളാണ് നമ്മുടെ പുതിയ സുപ്രീം കോടതി ജഡ്ജി ജവായ്. അദ്ദേഹം ചാർജ് എടുത്തിട്ട് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം എൻ്റെ ഗ്രാമത്തിൽ, എൻ്റെ ഹോം ടൗണിൽ പോയ സമയത്ത് ജാതിയിൽ താഴ്ന്നവനായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള മറ്റു ഉദ്യോഗസ്ഥർ, അദ്ദേഹത്തെ പ്രോട്ടോകോൾ പ്രകാരം അവിടെ വരേണ്ടിയിരുന്ന ജനപ്രതിനിധികൾ, പോലീസ് ഓഫീസർമാർ ആരും തന്നെ പങ്കെടുത്തു. അപ്പോൾ അദ്ദേഹത്തിന് പറയേണ്ടി വന്നു, ഈ സംവിധാനത്തിലുള്ള പുതുക്കുത്തുകളെക്കുറിച്ച് സംസാരിക്കേണ്ടി വന്നു. ഭരണഘടനയാണ് വലുത്, സുപ്രീം കോടതി വലിയ കാര്യമൊന്നുമല്ല എന്ന് ഇവരുടെ ഭാഗത്തു നിന്ന് ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു മന്ത്രി പറഞ്ഞ സമയത്ത് ഇത് രണ്ടുമല്ല വലുത്, ഇതിൻ്റെ മുകളിൽ ഒരു ഭരണഘടനയുണ്ട് എന്ന് അദ്ദേഹത്തിന് പറയേണ്ടി. ഇത്തരത്തിൽ ചെറിയ മാറ്റങ്ങൾ, ബട്ടർഫ്ലൈ ഇഫക്റ്റുകൾ പല ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നുള്ളത് വലിയ ഒരു മാറ്റമായിട്ട് നമുക്ക് കാണേണ്ടതും. അപ്പോൾ നവോത്ഥാന നായകന്മാരെ മുഴുവൻ ഹൈജാക്ക് ചെയ്യുന്ന ഒരു പ്രവർത്തനം കേരളത്തിൽ ഒരു പദ്ധതിയായി, സാംസ്കാരിക ദേശീയത യുടെ വേരുകൾ കേരളത്തിൽ പടർത്താൻ വേണ്ടി ഇത്തരത്തിലുള്ളൊരു പദ്ധതി, ഒരു ബ്ലൂ പ്രിൻ്റ് ഇവരുടെ കയ്യിലുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ പണ്ഡിറ്റ് കറുപ്പൻ സ്മാരക ലൈബ്രറിയിൽ ഒരു പ്രഭാഷണത്തിന് പോയ സമയത്ത് അവിടെ ആ ചടങ്ങിൽ ബോധപൂർവം 3 പേർ പങ്കെടുക്കുകയും പണ്ഡിറ്റ് കറുപ്പൻ മതം മാറ്റത്തിനെതിരെ നിലകൊണ്ടൊരു സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു എന്നുള്ള ഒരു പ്രസംഗമാണ് അവരത് പ്രസംഗിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇതിനൊക്കെ എതിരെ നിന്നിട്ടുള്ള ഒരു ആളെക്കുറിച്ചാണ് ഇത്തരത്തിൽ ഉള്ള നറേറ്റീവുകൾ ഉണ്ടാക്കുന്നത്. അത് നമ്മുടെ തന്നെ പുരോഗമനമായ ഒരു വേദിയിൽ വന്ന് നിന്നുകൊണ്ട് അത് പറയാനുള്ളൊരു ആർജവം, ആ നുണ പറയാനുള്ള ആർജവം അവർ ഉണ്ടാക്കുന്നു എന്നതിനർത്ഥം ഇത്തരത്തിലുള്ള വലിയൊരു മിഷൻ അവർ ഏറ്റെടുത്തു എന്നാണ് അതിനർത്ഥം. അത് മാത്രമല്ല, നിങ്ങളുടെ ശ്രദ്ധയിലൊക്കെ പെട്ടിട്ടുണ്ടാവും, പണ്ഡിറ്റ് കറുപ്പൻ സ്മാരക വിചാരവേദി എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് അവർക്ക്. പണ്ഡിറ്റ് കറുപ്പൻ എന്തിനെതിരായിരുന്നു എന്നുള്ളത് അതിനെ സാംശീകരിച്ച ആളുകൾ നയിക്കുന്ന ഒരു സംഘടന പണ്ഡിറ്റ് കറുപ്പൻ മാഷ്ടെ പേരിൽ അവാർഡ് കൊടുത്തുന്നു.
പണ്ഡിറ്റ് കറുപ്പൻ മാത്തൂർ സ്കോളറായിരുന്നു, നവോത്ഥാന നായകനായിരുന്നു, വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ മനുഷ്യനായിരുന്നു എന്നൊക്കെ നമുക്കറിയാം. അങ്ങനെയുള്ള ഒരാളുടെ പേരിൽ ഈ ആചാരങ്ങൾ മുറുകെ പിടിക്കുന്ന ആളുകൾ ഒരു അവാർഡ് കൊടുക്കുന്നു. 2013 പണ്ഡിറ്റ് കറുപ്പൻ മാഷുടെ പേരിലുള്ള അവാർഡ് ഈ വിചാരവേദി നൽകിയതു നമ്മുടെ കവിയായ സുഗതകുമാരിക്കായിരിക്കും. ഇപ്പം നാം കരുതി ഒരു കവിയുടെ പേരുള്ള ഒരു അവാർഡ് ഒരു സുഗതകുമാരി ടീച്ചർക്ക് കൊടുക്കുന്നതിൽ വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് നാം കരുതി. രണ്ടാമത് ഈ അവാർഡ് അവർ കൊടുത്തതു മാതാ അമൃതാനന്ദമയിട്ട. പണ്ഡിറ്റ് കറുപ്പൻ മാഷും മാതാ അമൃതാനന്ദമയും തമ്മിൽ എന്താണ് ബന്ധം എന്ന് ചോദിച്ചാൽ, ചരിത്രമറിയുന്ന, അരിയാഹാരം കഴിക്കുന്ന, ഇടകലർന്ന് ജീവിക്കുന്ന സംസ്കാരമുള്ള ആളുകൾക്ക് അതിൻ്റെ യുക്തി മനസ്സിലാവും. ഇതൊന്നും അവരുടെ വിഷയമല്ല. ആൾദൈവത്തിനെതിരെ നിലകൊണ്ട ഒരാളുടെ പേരുള്ള അവാർഡ് ഒരു ആൾദൈവത്തിന് കിട്ടും. ഏറ്റവും പുതിയ കാര്യം, തൃശ്ശൂരിൽ ആരാണ് ജയിച്ചത് എന്ന് നമുക്കറിയാം. അദ്ദേഹം ഉണ്ടാക്കുന്ന സാമൂഹ്യമായ മലിനത്തരം എന്താണ് എന്ന് നമുക്കറിയാം. പിന്നെ മാലിന്യം ദിവസവും തുപ്പിക്കൊണ്ടിരിക്കുക. കറുപ്പൻ മാഷുടെ പേരുള്ള അവസാനത്തെ അവാർഡ് കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ചത് ഇദ്ദേഹത്തിന് സാനുമാഷയാണ് അത് കൊടുക്കാനായിട്ട്. സാനുമാഷി ഇത് പിരിച്ചറിയുകയും അതിൽ നിന്ന് പിന്മാറുകയും ശരി, പിന്നെ ആ അവാർഡ് കൊടുത്തോ ഇല്ലേ എന്ന് നമുക്കറിയാം. ഇത്തരത്തിൽ നമ്മൾ കാണാതെ പോകുന്ന, നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന പ്രതിഭകളെ തേടിപ്പിടിച്ച് അവരെ ആദരിക്കുന്ന രീതിയിലേക്ക് അവർ വരുമ്പോൾ, അത്തരം ആളുകൾ ജനകീയമാക്കിയ പ്രത്യയശാസ്ത്രത്തെ കൂടിയാണ് ഇവർ ഇങ്ങനെയുള്ള അപ്പകഷ്ടങ്ങൾ കൊണ്ട് ഇല്ലാതാക്കുന്നത് എന്ന് കൂടി നാം ഓർക്കണം. അതുകൊണ്ട് ഇതൊരു സ്ലോ പോയിസണിങ് ആയിട്ട് കേരളത്തിലും പ്രവർത്തിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ കറുപ്പൻ മാഷുടെ പേരുള്ള അവാർഡിൻ്റെ പിന്നിലുള്ള ഒരു രാഷ്ട്രീയം നിങ്ങളോട് സംസാരിച്ചത്. അപ്പോൾ ദേശീയതയെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ആരാണ് നമ്മുടെ ദേശത്തിൻ്റെ യഥാർത്ഥ പൗരന്മാർ? അപരന്മാരൊക്കെ ശത്രുക്കളാണ്, അവരൊക്കെ അപ്പുറത്തെ രാജ്യത്തേക്ക് പോകണമെന്ന് പറയുന്ന ആളുകൾ നമ്മുടെ ട്രൈക്കളർ ദേശീയ പതാക 50 വർഷക്കാലം നിലത്തിട്ട് ചവിട്ടിക്കുട്ടിയവരാണ് എന്നുകൂടി നാം ഓർക്കണം. 2021 അവർ അവരുടെ പാർട്ടി ആസ്ഥാനങ്ങളിൽ ഈ ദേശീയ പതാക ഉയർത്താൻ തുടങ്ങി. യുപിയിൽ താജ്മഹലിനെതിരെ വലിയ ക്യാമ്പയിനിങ് അവിടുത്തെ മുഖ്യമന്ത്രിയും സംഘപരിവാരവും നടത്തിക്കൊണ്ടിരിക്കാൻ. നമ്മുടെ സംസ്കാരത്തിന് എതിരായ ഒരു മോണ്യുമെൻ്റ് ആണ് എന്നാണ് അവർ പറഞ്ഞത്. ആ മുഗളന്മാർ ഉണ്ടാക്കിയത് കൊണ്ട് അത് നമ്മുടെ സംസ്കാരത്തിനെതിരായിട്ടുള്ളൊരു മോണ്യുമെൻ്റ് ആണെന്നാണ്. അതുകൊണ്ട് അത് ലോകത്തെ 7 അത്ഭുതങ്ങളിൽ ഒന്നാണ് എന്നൊക്കെ നാം പഠിച്ചിട്ടുണ്ടെങ്കിലും അവരുടെ ടൂറിസം വെബ്സൈറ്റിൽ നിന്ന് ആ ഒരു മോണ്യുമെൻറ്റിനെ കുറിച്ചുള്ള വിവരങ്ങളെല്ലാം തന്നെ അവരെടുത്തു കളഞ്ഞിരിക്കുക. അതിൻ്റെ ഒരു നിർമ്മിതി അത്തരത്തിലുള്ള ഒരു മുഗൾ നിർമ്മിതി ആയതുകൊണ്ട്. അപ്പോൾ എനിക്ക് ഇവരോട് ചോദിക്കാനുള്ളത്, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പ്രധാനമന്ത്രി, നമ്മുടേതെന്നും നാം വിശ്വസിക്കുന്ന പ്രധാനമന്ത്രി എന്തിനാണ് മുഗളന്മാരുണ്ടാക്കിയ റെഡ് ഫോർട്ടിൽ കഴിഞ്ഞ 10 വർഷവും ഈ ത്രിവർണ്ണ പതാക ഉയർത്തിയത് എന്നാണ്? അതുകൊണ്ട് ഇത് തികച്ചും രാഷ്ട്രീയമാണ് എന്ന് ഇത്തരത്തിലുള്ള ഇവരുടെ ചെയ്തികളിൽ നിന്ന് തന്നെ നമുക്ക് അനേകം ഉദാഹരണം സഹിതം നമുക്ക് സംസാരിക്കാനായിട്ട്. അതുകൊണ്ട് ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഈ പ്രത്യയശാസ്ത്രം പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. പിന്നെ സ്ത്രീകളെ കുറിച്ച് ഞാൻ നേരത്തെ ദളിത് വിഭാഗത്തിലുള്ള ആളുകളോട് ഇവരെങ്ങനെയാണ് പെരുമാറുന്നത് ശരി, സ്ത്രീകളെയാണ് ഇവർ ഏറ്റവും മോശമായി ഇവർ എപ്പോഴും ചിത്രീകരിച്ചിട്ടുള്ളൂ. സീതയെക്കുറിച്ചൊക്കെ പറയുമെങ്കിലും സിന്ദൂരിനെ കുറിച്ചൊക്കെ പറയുമെങ്കിലും ആ സിന്ദൂരിൻ്റെ ആ ഒരു പാകിസ്ഥാനിൽ പോയി പൈക്കർ ജെറ്റിൽ പോയി അവിടെ ഷെൽ വർഷിച്ച ആ ധീര വനിതയോട് ഇവരെന്താണ് ചെയ്തത് എന്ന് നമുക്കറിയാം. ഇതുകൊണ്ട് സ്ത്രീകളോട് ഇവരെങ്ങനെയാണ് പെരുമാറുന്നത്? പക്ഷേ ഫാസിസത്തെ എപ്പോഴും എല്ലാ കാലത്തും ലോകത്തെല്ലായിടത്തും വെല്ലുവിളിച്ചത് ഈ വുമൻ ഫുഡ് ആണ് എന്നുള്ളത് സ്ത്രീകളെ സംബന്ധിച്ച് അഭിമാനകരമായ, സ്ത്രീകളെ റെസ്പെക്റ്റ് ചെയ്യുന്ന ആണുങ്ങളെ സംബന്ധിച്ച് അഭിമാനകരമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് പാർലമെൻറ്റിൽ തന്നെ ഇവർ പറഞ്ഞ ഒരു കണക്ക് പ്രകാരം കഴിഞ്ഞ 2019 മുതൽ 22 വരെ ഉള്ള ഒരു കണക്ക് പരിശോധിച്ചാൽ
25 ലക്ഷം സ്ത്രീകളെയും പെൺകുട്ടികളെയുമാണോ ഇന്ത്യയിൽ കാണാതാകുമോ? ഇവരൊക്കെ എങ്ങോട്ടാണ് പോകുന്നത് നാം ആലോചിച്ചോ? ഇവർ തന്നെ പറഞ്ഞിട്ടുള്ളൊരു കണക്കാണ്. അതുകൊണ്ട് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന് പറയുന്ന ഒരു പദ്ധതി തികച്ചും രാഷ്ട്രീയ പദ്ധതിയാണ്. അത് ഒരു ജനങ്ങൾക്ക്, സ്ത്രീകൾക്ക്, പെൺകുട്ടികൾക്ക് അവരുടെ വിദ്യാഭ്യാസത്തിന് ഗുണം കിട്ടുന്നൊരു പദ്ധതി അല്ല എന്നു കൂടി വരികയും. അപ്പോൾ ഇത്തരത്തിൽ ഒന്ന് പറയുകയും മറ്റൊന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയത്തിൻ്റെ പേര് കൂടിയാണ് ഹൈന്ദവ ദേശീയത എന്നു നമുക്ക് പറയേണ്ടി വരും. ഇനി സാഹിത്യത്തെക്കുറിച്ച് ഒരു എഴുത്തുകാരൻ എന്ന നിലയ്ക്ക് അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണെന്ന് വിചാരിക്കും. നമുക്കറിയാം, സൽമാൻ റുഷ്ദി പറഞ്ഞിട്ടുണ്ട്, ഒരു ബോംബ് വർഷിക്കുന്നത് തടയാൻ സാഹിത്യത്തിന് കഴിയും. ഒരു കലാപം തടയാനുള്ള ശേഷിയോ ഒരു യുദ്ധം നിർത്താനുള്ള ശേഷിയോ സാഹിത്യത്തിന്. പക്ഷേ യുദ്ധം ശരിയല്ല എന്ന തോന്നൽ, അരാഷ്ട്രീയം ഇംപാദിപ്പിക്കാനുള്ള ശേഷി സാഹിത്യത്തിന്. ഈ സാഹിത്യത്തിൻ്റെ ഈ ശക്തിയെ സത്യത്തിൽ ഫാസിസ്റ്റുകൾ ഭയപ്പെടുന്നു എന്ന് വേണം കരുതാം. അപ്പോൾ അസ്തൂറിയാസ് പോലുള്ള വലിയ എഴുത്തുകാരൻ എഴുതിയിട്ടുള്ള ദ പ്രസിഡന്റ് പോലുള്ള കൃതി നാം ഇന്ന് എടുത്ത് വായിക്കുമ്പോഴും നമുക്ക് അതിൻ്റെ ഒരു ശക്തി മനസ്സിലാവുന്നു, സാഹിത്യത്തിൻ്റെ ശക്തി മനസ്സിലാവും. ഭരണകൂട ഭീകരതയ്ക്കെതിരെ എങ്ങനെയാണ് സാഹിത്യം ഒരു ഭാവിയെ നിർമ്മിക്കാനുള്ളൊരു പദ്ധതിയായി പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അസ്തൂറിയാസിൻ്റെ ദ പ്രസിഡന്റ് പോലുള്ള കൃതിയുടെ ഒരു പരിശോധിക്കുമ്പോൾ ഗോട്ടിമാലയിൽ 13 വർഷമാണ് ആ കൃതി അച്ചടിക്കാതെ തടഞ്ഞു വച്ചത്. കാരണം ആ കൃതി വായിക്കുമ്പോൾ അവിടെ ഭരണത്തിലിരിക്കുന്ന ആളുകൾ കരുതിയത് അത് അവർക്കെതിരെ ഉള്ള ഒരു കൃതിയാണ് എന്ന. ദ പ്രസിഡന്റ് എന്നാണ് ആ കൃതിയത്തെ. അതായത് പ്രതിപക്ഷത്തുള്ള ആളുകൾ നിരന്തരം സമരം ചെയ്യുകയും ഈ കൃതി പുറത്തു വരണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തു. അതിനുശേഷം 13 വർഷത്തിന് ശേഷം പ്രതിപക്ഷത്തുള്ള ആളുകൾ ഭരണപക്ഷത്ത് വന്നപ്പോഴും ഈ കൃതിക്ക് വെളിച്ചം കാണാനുള്ള ഭാഗ്യമുണ്ടായില്ല. കാരണം അവർ വായിച്ചപ്പോൾ അത് അവർക്കെതിരെ കൃതിയ. ഇങ്ങനെയാണ് ഒരു സാഹിത്യം പ്രവർത്തിക്കുന്നത്. ഇന്ന് അസ്തൂറിയാസിൻ്റെ ദ പ്രസിഡന്റ് പോലുള്ളൊരു കൃതി ഇന്ത്യയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട് വായിക്കുകയാണെങ്കിൽ അത് മോദി റജീബിനെതിരെയുള്ളൊരു കൃതിയായി നമുക്ക് അനുഭവം. ഇതാണ് സാഹിത്യത്തിൻ്റെ ശക്തി. ഈ ശക്തി ഏറ്റവും കൂടുതൽ തിരിച്ചറിയുന്നത് ഫാസിസ്റ്റുകളാണ്. അതുകൊണ്ട് സജത് മാലിക്കിനെ പോലുള്ള ആളുകൾ എഴുതിയിട്ടുള്ള 100 പേജ് മാത്രമുള്ള ഗ്രാഫിക് നോവൽ USBN കോഡ് നൽകാതെ നിരോധിക്കാനുള്ള ശ്രമങ്ങൾ ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാവും. കാരണം കാശ്മീരിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാല അനുഭവങ്ങൾ ഗ്രാഫിക് നോവലായി എഴുതി വരച്ച് ഉണ്ടാക്കിയ ഒരു പുസ്തകത്തെ സഹിക്കാനുള്ള ടോളറൻസ് ഇവർക്കില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് അതിൻ്റെ നിരോധനം. എന്തുകൊണ്ടാണ് അത് വിരോധിച്ചത്? ആ കൃതിയിലുള്ള സാധാരണ മനുഷ്യർക്ക് മറ്റൊരു മുഖവും ആ സാധാരണ മനുഷ്യരെ ചവിട്ടിമെതിക്കുന്ന ഭരണകൂടത്തിൻ്റെ സംവിധാനങ്ങളുടെ പ്രതിനിധികളായ ആളുകൾക്ക്, അവിടുത്തെ പോലീസിന്, പട്ടാളത്തിന് ഒക്കെ പുഞ്ചിരിക്കുന്ന മനുഷ്യരുടെ മുഖവും അവിടുത്തെ സാധാരണക്കാരായ കാശ്മീരികൾക്ക് കാശ്മീരിലെ തന്നെ വംശനാശ ഭീഷണി നേരിടുന്ന മാനിൻ്റെ തലയുമാണ് അദ്ദേഹം വരപ്പ് വെച്ചത്. അപ്പോൾ ഞങ്ങൾ കാശ്മീരികൾ വംശനാശം നേരിടുന്ന ഒരു ജനതയാണ് എന്ന് പറയാതെ പറയുന്ന മനോഹരമായ ഒരു മെറ്റഫർ ആ കൃതിയിലുള്ളതുകൊണ്ട് അവർക്കത് സഹിക്കാൻ പറ്റില്ല. ഞങ്ങൾ കാശ്മീരികൾ വംശനാശ ഭീഷണി നേരിടുന്ന ജനതയാണ് എന്ന് പറഞ്ഞ ഒരു പുസ്തകത്തെ അവർ വിരോധിക്കാൻ ശ്രമിച്ചു. പിന്നീട് അദ്ദേഹം ലണ്ടൻ പോവുകയും അവിടെ അച്ചടിച്ചെടുക്കുകയും ഓൺലൈനിൽ അത് ധാരാളം വിറ്റഴിക്കപ്പെടുകയും നാം ഇവിടെ കൈകളിൽ എത്തുകയും ചെയ്തു എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം. ആരുടം വളഞ്ഞ ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ ഫിനാൻസ് മിനിസ്റ്ററുടെ മുൻ ഭർത്താവ് എഴുതിയിട്ടുള്ള ചിന്ത പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകം ഇംഗ്ലീഷിൽ ദ ക്രൂക്കഡ് വുഡ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ ആ ഒരു പുസ്തകം ഇംഗ്ലീഷിൽ വന്ന സമയത്ത് ഞാനത് ആമസോണിൽ ഓർഡർ ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ സ്ഥിരമായ ആമസോണിൽ പുസ്തകങ്ങൾ ഓർഡർ ചെയ്യുന്ന അതേ അഡ്രസ്സിൽ തന്നെയാണ് അഡ്രസ്സ് കൊടുത്തിരുന്നത്. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ ഒരു മെയിൽ വരുന്നു ആമസോണിൽ. നിങ്ങളുടെ അഡ്രസ്സ് നിലവിലില്ലാത്തത് കൊണ്ട് ഈ പുസ്തകം അയക്കാൻ നിർവാഹമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കോമേഴ്സ് ഭീമനെ എങ്ങനെയാണ് ഇവർ ചരടിട്ട് വലിച്ചത്? അതായത് നിരോധനമൊന്നുമില്ല പുസ്തകത്തിന്, പക്ഷേ പുസ്തകം ഓൺലൈനിൽ നമുക്ക് വാങ്ങാൻ സാധിക്കും. ഒരു നിരോധനം, നിശബ്ദമായ നിരോധനങ്ങളുണ്ട്, പറഞ്ഞുകൊണ്ട് നിരോധിക്കുന്നതുണ്ട്. ഇവർ പുസ്തകങ്ങളെ മാത്രമല്ല മനുഷ്യത്വമുള്ള മനുഷ്യരെ കൂടി നിരോധിക്കുന്ന സംവിധാനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിക്കുന്നു.